യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതിലെ ഒരു ഭാഗം മാത്രം വായിച്ച് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷന്റെ സമാപന രാത്രി യോഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം തമ്പുരാൻ അനുവദിച്ചു തന്ന ഈ വിലയേറിയ അവസരത്തിനായി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഇവിടെ ദൈവവചനം വാരി വിതറിയ അങ്ങയുടെ മക്കൾക്കായി അങ്ങേക്ക് നന്ദി പറയുന്നു. അവരിലൂടെ ദൈവം തമ്പുരാൻ നിർവഹിച്ച ശുശ്രൂഷകൾ അനേകരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതിന് ഇടയായതോർത്ത് നന്ദി പറയുന്നു. ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലിരിക്കുമ്പോൾ ഞങ്ങളെ സ്വർഗം ചായച്ചിറങ്ങി വന്ന് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ബലഹീനനായ അടിയനെ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളെല്ലാവരും ദൈവവചനം ശ്രവിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവകൃപയോടെ മടങ്ങിപ്പോകുവാൻ അവിടുന്ന് ഇടയാക്കണമേ. പന്തലും പരിസരവും അങ്ങയുടെ ദൂതന്മാരാൽ കാവൽ ചെയ്തു കൊള്ളണമേ. യേശുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ഞാനൊരു ഡയബറ്റിക് ആയതിന്റെ 15-ാം വാർഷികം ആഘോഷിക്കുകയാണ് ഞാനിപ്പോൾ. ചെയ്യാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു. എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ചികിത്സ നടത്തി. ഈ 15 വർഷം കഴിഞ്ഞപ്പോൾ 3 തരം ഇൻസുലിൻ എടുക്കുന്ന ഒരു രോഗിയായി ഞാൻ മാറി. 10 വർഷം മുമ്പ് എൻ്റെ ചികിത്സയുടെ യാത്രാമധ്യത്തിൽ മലയാള മനോരമ പത്രത്തിലൊരു പരസ്യം കണ്ടു. കോട്ടയത്തിനടുത്ത് പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആദിവാസി വൈദ്യനിൽ നിന്ന് ലഭിച്ച ഒരു അത്ഭുത ചെടി. അതിന്റെ പേര് ഇൻസുലിൻ ചെടി എന്നാണ്. സൂര്യ ടിവിയിലും ഏഷ്യാനെറ്റിലും ഒക്കെ ഗംഭീരമായ പരസ്യം. ആ ചെടിയുടെ ഓരോ ഇല ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് പറിച്ച് ചവച്ച് തിന്നാൽ 1 മാസം കഴിക്കുമ്പോഴത്തേക്കും ഡയബറ്റീസ് ഭേദമാകും എന്ന് പരസ്യം കണ്ടു. ഞാനന്ന് ഇവിടെ അടുത്ത് കലയപുരം എന്ന് പറയുന്ന ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലമാണ്. അവിടുത്തെ ട്രസ്റ്റിയും ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു കാറ് പിടിച്ച് ഞങ്ങൾ കോട്ടയത്ത് പാമ്പാടിയിൽ പോയി. എല്ലാവർക്കും 2 ചെടി വീതം വാങ്ങിച്ചു. 50 രൂപ വില കൊടുത്ത്, ഒരു ചെടിക്ക് 50 രൂപ വില കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. അവിടെ ചെന്നപ്പോൾ അത് വിൽക്കുന്ന ആള് പരിചയപ്പെടുത്തി തന്നു. ഇതുപോലെ സമാനമായ ഇലകളുള്ള ഒരുപാട് ചെടികൾ നാട്ടിൽ അവൈലബിൾ ആണ്. എന്നാൽ ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ഇലയുടെ അടിവശം നോക്കിയാൽ ഒരു ഇൻസുലിന്റെ കളറാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇൻസുലിൻ ചെടി എന്ന് പറയുന്നത്. ഞാൻ 2 ചെടി സന്തോഷത്തോടെ തുമ്പവണ്ണ് എൻ്റെ വീട്ടുമുറ്റത്ത് കൊണ്ട് നട്ടു. അത് മറ്റ് ആടോ പശുവോ ഒന്നും കടിക്കാതിരിക്കാൻ ചുറ്റും ഭംഗിയായി വേലി കെട്ടി. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വെള്ളം ഒഴിച്ചു. മറ്റ് രാസപദാർത്ഥങ്ങളൊന്നും ഇടാതിരിക്കാൻ ബയോ കമ്പോസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് ഒന്ന് ഇട്ടു. ഒരാഴ്ച കഴിഞ്ഞു. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു. കാരണം അതിലെ ആദ്യത്തെ ഇല മുളച്ചു വന്നു. ചില ദിവസങ്ങൾ കാത്തിരുന്നു. ഇലകൾ ഒന്നൊന്നായി വരാൻ തുടങ്ങി. 3-4 ഇല വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ ഇല പറിച്ച് തിന്നാൻ തുടങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങി ഒരു ഇല പറിച്ച് തിന്നു. മാസങ്ങൾ ഇല തിന്നു. ഞാനൊരു ആട് പോലെയായി എന്നതല്ലാതെ എൻ്റെ ഷുഗറിന് യാതൊരു ഭേദവും ഉണ്ടായില്ല. അവസാനം ഞാൻ ആ ചെടി ഉപേക്ഷിച്ചു. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ മുറ്റം മുഴുവൻ ഇൻസുലിൻ ചെടിയുടെ അഭിഷേകമായി. ഞാനൊരാളെ നിർത്തി അത് മുഴുവൻ വലിച്ചു പറിച്ചു. പറമ്പിന് പുറത്ത് റോഡ് സൈഡിൽ കളഞ്ഞു. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലൊന്ന് പോയി. സഹിക്കാനാവുന്നില്ല. കാരണം ആ പരിസരം മുഴുവൻ ഇൻസുലിൻ ചെടി വളർന്നു നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെ, വലിയ ആകാംക്ഷയോടെ എവിടെയോ കിടന്ന 2 ചെടി കൊണ്ടുവന്ന എൻ്റെ വീടിൻ്റെ നടുമുറ്റത്ത് വെച്ച് വെള്ളമൊഴിച്ച് വളമിട്ട് പരിരക്ഷിച്ച്
എനിക്ക് ഗുണമുണ്ടാവും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന എന്നെ നിരാശപ്പെടുത്തി എന്ന് മാത്രമല്ല, എൻ്റെ നാട് നശിപ്പിച്ചു കളഞ്ഞു ഇൻസുലിൻ ചെടി എന്ന സാധനം. ഈ അനുഗ്രഹീതമായ വചനകൂടാരത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, തുറന്ന വേദപുസ്തകവുമായി ഇറങ്ങിയെന്ന് അഭിമാനിക്കുന്ന മാർത്തോമാക്കാരോട് ഈ രാത്രി എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചക ശിരോമണി എന്ന് വിശേഷിപ്പിക്കാവുന്ന യെശയ്യാവ് സ്വർഗത്തിലെ ദൈവം തമ്പുരാന്റെ പാട്ട് പാടുന്ന മനോഹരമായ ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിച്ചിട്ട്, ദൈവം തന്റെ ജനത്തെ വളർത്തിയ വിധങ്ങൾ ഓർപ്പിച്ച്, നട്ട് നനച്ചു വളർത്തി വേണ്ടതെല്ലാം തന്ന് ഫലമുണ്ടാവുമെന്ന് വിചാരിച്ച് കാത്തിരുന്നപ്പോൾ കാട്ടുമുന്തിരിങ്ങ കായ്ച്ച് സ്വർഗത്തിലെ ദൈവത്തിനെ സങ്കടപ്പെടുത്തിയ ഒരു വിശ്വാസ സമൂഹത്തോട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, നിന്റെ വളർച്ച ദൈവത്തിന് സന്തോഷമുണ്ടാക്കുന്നതാണോ, ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്നതാണോ? ഈ വർഷത്തെ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ വളരെ കാര്യമായി നാം ദൈവവചനത്തിന്റെ ചുറ്റും വരുന്ന, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മളെ ഇത്രയും അനുഗ്രഹകരമായി ദൈവം നട്ടു വളർത്തിയത് കൊണ്ട് ദൈവത്തിന് സങ്കടമാണോ സന്തോഷമാണോ എന്ന് ആത്മശോധന ചെയ്യുന്ന രാത്രിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. BC 8-ാം നൂറ്റാണ്ട് പ്രവാചകന്മാരെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. 8-ാം നൂറ്റാണ്ടിനെ കുറിച്ച് വേദപണ്ഡിതന്മാരെല്ലാം പറയുന്നത് the greatest century of all the centuries of the history of Israel. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാലഘട്ടമാണ് BC 8-ാം നൂറ്റാണ്ട്. 4 പ്രവാചകന്മാരാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിലും യഹൂദയിലുമായി പ്രവർത്തിച്ചിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന യെശയ്യാവ്, ഹോശയ്യ, മീഖ, ആമോസ് എന്ന് പറയുന്ന 4 അതിപ്രഗത്ഭന്മാരായ പ്രവാചകന്മാരെ ശുശ്രൂഷ ചെയ്ത കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം പ്രവാചകന്മാരെ ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്തത് എന്ന് ചോദിച്ചാൽ, വളരെ പ്രതീക്ഷയോടെ ദൈവം തമ്പുരാൻ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലെത്തിച്ച് നട്ട് നനച്ച് വളർത്തി ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും തന്ന ദൈവജനം എന്ന സമൂഹം ദൈവത്തോട് കാണിച്ച നിഷേധം, ദൈവമുമ്പിൽ അവരുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ, അതിനെയെല്ലാം വിളിച്ചു പറയുവാനായി ദൈവം നിയോഗിച്ച 4 പ്രവാചകന്മാരാണ് BC 8-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലിൽ ശുശ്രൂഷ ചെയ്തത്. അതിലെ ഒരു പ്രവാചകനാണ് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ. അദ്ദേഹം പറയുന്ന അതിമനോഹരമായ ചില വേദവാക്യങ്ങളാണ് 5-ാം അധ്യായത്തിലൂടെ നാം വായിച്ച് കേട്ടത്. അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, മുന്തിരിങ്ങ കായ്ക്കും എന്ന് ഞാൻ കാത്തിരുന്നു, എന്നാൽ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയായി പോയി. ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. 430 സംവത്സരം മിസ്രയീമിലെ അടിമത്തത്തിലായിരുന്നു ഇസ്രായേൽ മക്കൾ. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ നിലവിളിയുടെ ശബ്ദം ദൈവം പലതവണ കേട്ടതാണ്. അവരുടെ കണ്ണുനീര് ദൈവം അനവധി തവണ കണ്ടതാണ്. എന്റെ ജനത്തിന് നിലവിളി ഞാൻ കേട്ടുവെന്നും എന്റെ ജനത്തിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു എന്നും പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേക പ്രാവശ്യം നിലവിളിച്ച് കരഞ്ഞ, അടിമത്തത്തിന്റെ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ, ആരുമില്ലായ്മയുടെയും ഒന്നുമില്ലായ്മയുടെയും ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ദൈവത്തിന്റെ ജനത്തെ ദൈവം തമ്പുരാൻ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് അടുത്ത 40 വർഷം മരുഭൂമിയുടെ അനുഭവത്തിലൂടെ യാത്ര ചെയ്ത് ദൈവം തമ്പുരാൻ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് എത്തിച്ചു. ആ എത്തിയ ജനം ജീവിതത്തിൽ ഏറ്റവും വലിയ ഉന്നതമായ നിലയിൽ എത്തിച്ചേർന്നപ്പോൾ, BC 8-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ദൈവത്തെ മറന്നുപോയി എന്ന് പ്രവാചകൻ കരയുകയാണ്. എൻ്റെ പ്രിയതമന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഞാനൊരു പാട്ട് പാടും എന്ന് പറഞ്ഞൊരു ശോകഗീതം ആലപിക്കുകയാണ് യെശയ്യാവ്. എന്താണ് യെശയ്യാവ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി ദൈവം തന്റെ ജനത്തിന് എന്ത് ചെയ്തു എന്ന് അക്കമിട്ട് നിരത്തുകയാണ് യെശയ്യാവ്. മനോഹരമായ പ്രയോഗങ്ങളിലൂടെ പറയുന്നു, എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിൻ പ്രദേശത്താണ് തന്റെ മുന്തിരിത്തോട്ടത്തെ നട്ടത് എന്ന് പറയുന്നു. ഏറ്റവും ഫലവത്തായ ഒരു കുന്നിൻ പ്രദേശം. ദൈവം തന്റെ ജനത്തെ നടാൻ ഏറ്റവും മനോഹരമായ, ഫലഭൂയിഷ്ഠമായ, അനുഗ്രഹീതമായ ഒരു സ്ഥലം കണ്ടെത്തി എന്ന് പറയുകയാണ്. കനാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ സ്ഥലത്തിന്റെ പൊസിഷനെ കുറിച്ച് യെശയ്യാവ് പറയുന്ന പ്രയോഗമാണിത്. ഏറ്റവും ഫലവത്തായ ഒരു കുന്നിൻ പ്രദേശം. അവിടെ മുന്തിരിത്തോട്ടം നട്ടതിന് ശേഷം ദൈവം എന്തു ചെയ്തു എന്നാണ് തുടർന്ന് പറയുന്നത്. അതിന് വേലി കെട്ടി എന്ന് പറയുന്നു. ശത്രുവിന്റെ ഉപദ്രവം ഉണ്ടാകാതെ, ആരും ഉപദ്രവിക്കാതെ, ഒരു ശല്യവും ഉണ്ടാകാതിരിക്കാൻ ഈ മുന്തിരി
തോട്ടത്തിന് ചുറ്റും ദൈവം തമ്പുരാൻ വേലി കെട്ടി എന്ന് യെശയ്യാവ് പറയുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. മുന്തിരിവള്ളിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകാമായിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ദൈവം തമ്പുരാൻ നീക്കിക്കളഞ്ഞു എന്ന് യെശയ്യാവ് പറയുകയാണ്. ദൈവം തന്റെ ജനത്തിന് കൊടുത്ത എല്ലാ പ്രൊവിഷൻസിനെ കുറിച്ചും യെശയ്യാവ് അക്കമിട്ട് നിരത്തുകയാണ്. തുടർന്ന് പറഞ്ഞു, നല്ല വക മുന്തിരിവള്ളി നട്ടു. നല്ല ഒന്നാന്തരം മുന്തിരിവള്ളി ദൈവം തമ്പുരാൻ നട്ടു. സകല ജനതകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തെ, ആമോസിന്റെ പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ലോകത്തിലെ സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രം ഞാൻ തെരഞ്ഞെടുത്തു എന്ന് പറയുകയാണ്. സ്പെഷ്യൽ ഗ്രൂപ്പായി, സ്പെഷ്യൽ ബ്രാൻഡായി ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. തുടർന്ന് പറയുന്നു, അതിന് നടുവിലൊരു കാവൽ ഗോപുരം പണിതു എന്ന്. തന്റെ മുന്തിരിവള്ളിയുടെ വളർച്ചയ്ക്ക് ആരും തടസ്സമുണ്ടാകാതിരിക്കാൻ, ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ 24 മണിക്കൂറും കാവൽ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം കാവൽ ഗോപുരം ഇട്ടു എന്ന് പറയുകയാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ തന്റെ ജനത്തെ കാത്തു പരിപാലിച്ചു എന്ന് യെശയ്യാവ് നമ്മോട് വിളിച്ചു പറയുകയാണ്. അവിടെ ഒരു ചക്കും ഇട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. മുന്തിരിങ്ങ ഉണ്ടാകുമ്പോൾ അത് ആട്ടിയെടുക്കുന്നതിന് വേണ്ടി ദൈവം തമ്പുരാൻ ഒരു ചക്കുമിട്ടു എന്ന് പറയുന്നു. ആവർത്തന ചരിത്രകാരന്റെ ദൈവശാസ്ത്ര പ്രഖ്യാപനങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, റിമെമ്പർ എന്ന വാക്കാണ്. ആവർത്തന പുസ്തകം വായിച്ചു നോക്കിയാൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു വാക്കാണ് റിമെമ്പർ. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ്. നിന്റെ ദൈവമായ യഹോവ നിന്നെ നല്ലൊരു ദേശത്തേക്കല്ലോ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് അവിടെ വായിക്കുന്ന വേദഭാഗങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ്. നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. ആ ദേശത്താണ് ദൈവം തമ്പുരാൻ നമ്മെ എത്തിച്ചത് എന്ന് പറയുന്നു. ശത്രുക്കളിൽ നിന്ന് തന്റെ ജനത്തെ ദൈവം വേലി കെട്ടി സൂക്ഷിച്ചുവെന്ന് വ്യക്തമായി വേദപുസ്തകം നമ്മോട് പറയുകയാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഉറങ്ങാതെ മയങ്ങാതെ കാവലിരുന്ന ഇസ്രായേലിന്റെ പരിപാലകന്റെ സംരക്ഷണയെക്കുറിച്ച് അവിടെ പറയുകയാണ്. 32-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, താൻ അവനെ മരുഭൂമിയിലും ശൂന്യപ്രദേശത്തിലും കണ്ടെത്തി. മരുഭൂമി ഒന്നുമില്ലായ്മയുടെ ജീവിതാനുഭവങ്ങളിൽ, ആരുമില്ലായ്മയുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം തമ്പുരാൻ അവരെ കണ്ടെത്തി, ചുറ്റി പരിപാലിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞത് പാമ്പറിംഗ് കെയർ ഓഫ് ഗോഡ്. ദൈവം തമ്പുരാൻ നമ്മെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ സൂക്ഷിച്ചു. ഭൂമിയുടെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ചിറകിന്മേൽ വഹിച്ചു. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. ആവർത്തന ചരിത്രത്തിന്റെ ഭാഗമായ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശം, നിങ്ങൾ പണിയാത്ത പട്ടണം ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങൾ നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. എന്നാൽ ഇന്ന് നാം ഈ ദൈവത്തെ മറന്നുപോയോ എന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു രാത്രിയാണ്. ഇത് നമ്മുടെ സഭയുടെ ചരിത്രം കൂടെയല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവചരിത്രമല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു 50 വർഷം മുമ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? നമ്മുടെ സാമൂഹ്യ സ്ഥിതി എന്തായിരുന്നു? നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ വ്യക്തികളുടെ അവസ്ഥ എന്തായിരുന്നു? ആരുമില്ലായ്മയുടെയും ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിലവിളിച്ച നാളുകളെ മറക്കരുത് എന്ന് ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട നാളുകളിൽ, സങ്കടത്തിന്റെയും നെടുവീർപ്പിന്റെയും നാടുകളിൽ, കിടന്നുറങ്ങുവാൻ സുന്ദരമായ ഒരു ഭവനമില്ലാതെ വിഷമിച്ച നാളുകളിൽ ദൈവം തമ്പുരാൻ നമ്മുടെ മാതാപിതാക്കളുടെ നിലവിളി കേട്ടു. ദൈവവചനത്തിന് മുമ്പിൽ ശ്രദ്ധയോടെ ഇരുന്ന് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിത്തന്ന ഒരു തലമുറയുടെ അനന്തരാവകാശികളായ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്നും അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ഒന്നുമില്ലാതെ ഇറങ്ങി വന്ന ഒരു സഭയാണ്. നമ്മുടെ കയ്യിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. തുറന്ന വേദപുസ്തകം, ചില ആളുകൾ അതിനോട് ചേർത്ത് പറയും, കണ്ണുനീര് വീണ് കുതിർന്ന് തുറന്ന ഒരു വേദപുസ്തകം കൊണ്ട് ഇറങ്ങി വന്ന സഭയാണ്. ആരോ വലിച്ചെറിഞ്ഞപ്പോൾ കാലൊടിഞ്ഞു പോയ ഒരു കസേരയാണ് ആകെ നമുക്ക് കിട്ടിയത്. അതും എടുത്തുകൊണ്ട് വന്ന ഒരു സഭയാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭ. ഇന്ന് ഈ പന്തലിന്റെ കീഴിലിരിക്കുന്ന ഓരോ മനുഷ്യനെയും ഈ രാത്രി ഞാൻ വെല്ലുവിളിക്കുകയാണ്. സഭയായും
കുടുംബങ്ങളായും വ്യക്തികളായും ദൈവം തമ്പുരാൻ നമ്മളെ ഒരുപാട് പരിപാലിച്ചു, ഒരുപാട് അനുഗ്രഹിച്ചു, ഒരുപാട് നന്മകൾ നമുക്ക് തന്നു. ഇന്ന് നാം അത് മറന്നുപോയോ എന്ന് ഓർക്കേണ്ടതാണ്. ഈ നാളുകളിൽ ഞങ്ങളൊക്കെ നടന്ന കൺവെൻഷൻ യോഗങ്ങൾക്ക് പ്രസംഗിക്കാൻ നടക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ജനുവരി മാസവും ഒക്ടോബർ മാസവും മാർത്തോമാ സഭയുടെ കൺവെൻഷൻ സീസണാണ്. ഇന്ന് എവിടെ ചെന്നാലും, ഏത് പള്ളി ചെന്നാലും, ഏത് സ്ഥലത്ത് ചെന്നാലും എല്ലാവരും വിലപിക്കുന്ന ഒരു കാര്യമുണ്ട്: ഇന്നാരും പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. ആർക്കും വരാൻ താല്പര്യമില്ല. ഒരു കാലത്ത് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ചൂട്ടും കത്തിച്ചുകൊണ്ട് ദൈവവചനം കേൾക്കാൻ പോയ സഭയിലെ ആളുകളാണ്. ഒന്നുമില്ലായ്മയുടെ നടുവിൽ ജീവിതത്തിൽ എല്ലാം തന്ന ദൈവത്തെ ഇന്ന് മറന്നുപോയില്ലേ എന്ന് നാം ആത്മശോധന ചെയ്യേണ്ട ഒരു രാത്രിയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് എവിടെ ചെന്നാലും എല്ലാവരുടെയും നിലവിളിയാണ് ഇന്ന് പ്രസംഗം കേൾക്കാൻ ആളില്ല എന്ന്. പക്ഷേ മാർത്തോമാ സഭക്കാർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്: മറ്റ് സഭകളെല്ലാം ഉണരുകയാണ്. മറ്റേത് സഭയുടെ കൺവെൻഷന് പോയാലും ജനങ്ങൾ തിങ്ങിക്കൂടുകയാണ്. പക്ഷെ നഷ്ടപ്പെടുന്നത് മാർത്തോമാ സഭയ്ക്ക് മാത്രമാണ്. ഞാൻ ഇന്ന് ഈ പന്തലിരിക്കുന്ന എല്ലാവരെയും, ഈ വേദിയിലിരിക്കുന്ന തിരുമേനിയെയും എൻ്റെ സഹപട്ടക്കാരെയും എല്ലാവരെയും ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭ സുവിശേഷ വിഹിത സഭ എന്ന പേരിൽ അവകാശപ്പെട്ട് സുവിശേഷവുമായി ഈ ലോകത്തിൽ, കേരളത്തിൽ ഇറങ്ങിയ സഭയാണ്. മുമ്പേ പറക്കുന്ന പക്ഷി എന്നൊക്കെ ഭംഗ്യന്തരേണ നാം ഉപയോഗിക്കുന്ന ഒരു സഭയായിരുന്നു നമ്മുടേത്. മാർത്തോമാ സഭയിൽ മുതിർന്നവർക്കായി സഭ ആരംഭിച്ച എല്ലാ പ്രസ്ഥാനത്തിന്റെയും പേര് ഈ രാത്രി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. സുവിശേഷ പ്രസംഗ സംഘം എന്നാണ് നമ്മുടെ സുവിശേഷ സംഘത്തിന്റെ പേര്. സന്നദ്ധ സുവിശേഷക സംഘം എന്നാണ് വോളണ്ടറി ഇവാഞ്ചലിസ്റ്റ് പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേര്. സ്ത്രീകളുടെ സംഘടനയുടെ പേര് സുവിശേഷ സേവികാ സംഘം എന്നാണ്. സുവിശേഷത്തിന് ഇതുപോലെ പ്രാധാന്യം കൊടുത്ത ഒരു സഭ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് ഈ സഭയ്ക്ക് എന്തു പറ്റി? ഇന്ന് സുവിശേഷ താല്പര്യമില്ലാതെ പോയത് നമുക്ക് മാത്രമാണ്. ഞാനിപ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയാൽ CSI സഭയിലും ഓർത്തഡോക്സ് സഭയിലും യാക്കോബായ സഭയിലും ക്നാനായ സഭയിലും ഒക്കെ നിരന്തരമായി പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. ഈ കൊട്ടാരക്കര കൺവെൻഷനിലെ 61ാം സമ്മേളനത്തിൽ ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മൾ വളരെ പുറകോട്ട് പോയിരിക്കുകയാണ്. മറ്റെല്ലാ സഭകളും സുവിശേഷ താല്പര്യങ്ങളിലും കൺവെൻഷനുകളിലും അതിവേഗം മുന്നേറുമ്പോൾ നമ്മൾ വളരെ പുറകോട്ട് പോയിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ ജീവിതത്തിൽ ഒരുപാട് നന്മ തന്നപ്പോൾ നമ്മളൊരു സൗകര്യം കൂടെ ചെയ്തു കൊടുത്തു. കൊട്ടാരക്കര കൺവെൻഷൻ ഉൾപ്പെടെ വീട്ടിൽ ചാരി ഇരുന്ന് ഈ കൺവെൻഷൻ കേൾക്കാൻ ലൈവ് ടെലികാസ്റ്റും വെച്ചു കൊടുത്തു. അതുകൊണ്ട് കട്ടൻ കാപ്പിയും കുടിച്ച് ചാരി കസേരയിൽ ചാരി കിടന്ന് വീട്ടിൽ കിടന്ന് കൺവെൻഷൻ കേൾക്കാൻ അവസരം കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ് എന്ന് ഈ രാത്രി ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മോട് എന്ത് ചെയ്തു എന്നത് ഇന്ന് ഈ പന്തലിരിക്കുന്ന ഓരോ മനുഷ്യരും, എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും എൻ്റെ സഭയുടെ ജീവിതത്തിലും എൻ്റെ ദൈവം തമ്പുരാൻ എനിക്ക് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രതീക്ഷയോടെ ദൈവം നട്ടുവളർത്തിയ ഒരു സഭ, പ്രതീക്ഷയോടെ എല്ലാം തന്ന് അനുഗ്രഹിച്ച ഒരു സഭ, ഫലമുണ്ടാകുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന ഒരു ദൈവം തമ്പുരാൻ ഇന്ന് സങ്കടത്തോടെ ഈ രാത്രി കരയുകയാണ്. സകല മാനവരാശിയും തലകുനിച്ചു പോകുന്ന ഒരു പ്രയോഗത്തോടെ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാണ് എന്ന്. എന്ത് കാട്ടുമുന്തിരിങ്ങയാണ് നമ്മൾ കായ്ച്ചത് എന്ന് ചില മേഖലകൾ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാവ് 2:6. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി, വരൾച്ചയും കൂരിരുളുമുള്ള ദേശമായി, മനുഷ്യസഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായി മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല. ഇന്ന് നമുക്ക് പറ്റിയ ആദ്യത്തെ അപകടം, കഴിഞ്ഞ നാളുകളിൽ ഒന്നുമില്ലായ്മയുടെ നടുവിലൂടെ, ആരുമില്ലായ്മയുടെ നടുവിലൂടെ, കൂരിരുള്ള നടുവിലൂടെ നമ്മെ നടത്തിക്കൊണ്ടുവന്ന ദൈവം എവിടെ എന്ന് ഇന്ന് ജനം ചോദിച്ചില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വാചകം ഓർക്കണം. ഈ സഭ സുവിശേഷ വിഹിത സഭയായി കേരളത്തിൽ മുമ്പേ പറന്ന പക്ഷിയാണ്. ഏത് സഭയെക്കാളും സുവിശേഷത്തിന് താല്പര്യം കൊടുത്ത, ദൈവത്തെ വിളിച്ചു ജീവിച്ച മാതാപിതാക്കളുടെ മക്കളാണ്. എന്നാൽ ഇന്ന്
കഴിഞ്ഞ നാളുകളിൽ എൻ്റെ വേദനകളിൽ എന്നെ നടത്തിയ, എൻ്റെ ഇല്ലായ്മയിൽ എന്നെ നടത്തിയ, എൻ്റെ ഒന്നുമില്ലായ്മയിൽ എന്നെ നടത്തിയ, എൻ്റെ കണ്ണുനീര് കണ്ട് നടത്തിയ ദൈവം എവിടെ എന്ന് ജനം ചോദിച്ചില്ല. ജനത്തിനിപ്പോൾ ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ല. കാരണം പാലും തേനും ഒഴുകുന്ന ജീവിതാവസ്ഥയിൽ എന്തിന് ദൈവം, എന്തിന് ദൈവവചനം, എന്തിന് കൺവെൻഷൻ? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോൾ വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അച്ഛാ CD ഉണ്ടോ കിട്ടാൻ? കാരണം സൗകര്യമായി വീട്ടിൽ കുത്തിയിരുന്ന് വല്ലപ്പോഴുമൊക്കെ സുവിശേഷം കേൾക്കാമല്ലോ. വേദപുസ്തകം എടുത്തുകൊണ്ട് ഈ നാട് മുഴുവൻ നടന്ന നിലവിളിച്ച മാതാപിതാക്കളുടെ മക്കൾ ഈ രാത്രിയും ചോദിക്കുന്നു, ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം എവിടെയെന്ന് ജനം ചോദിച്ചില്ല. ഇന്ന് നമ്മുടെ സഭയെയും നമ്മുടെ സഭയിലെ സംഘടനകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ വലിയ കൃപയാൽ 32 വർഷം ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു വൈദികൻ എന്ന നിലയിൽ പറയട്ടെ, എത്രയോ അധപതിച്ചു പോയി നമ്മുടെ സംഘടനകൾ. കാരണം നമുക്കൊന്നും ഇപ്പോൾ ഇതിനൊന്നും താല്പര്യമില്ല. സേവികാ സംഘക്കാർക്കോ ഇടവക മിഷൻകാർക്കോ ആർക്കും യഹോവ എവിടെ എന്ന് ചോദിക്കാൻ നേരമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ലൈവായി വിശുദ്ധ കുർബാന കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയായി പോയി. 2, 8-ാമത്തെ വാക്യം, യിരെമ്യാവ് 2:8. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. ജനം മാത്രമല്ല, പുരോഹിത വൃന്ദത്തിനും കുഴപ്പം പറ്റി. ഞങ്ങളുടെയൊക്കെ മുതിർന്ന തലമുറയെ പട്ടക്കാര് യാതൊരു യാത്രാ സൗകര്യമില്ലാതിരുന്ന കാലത്ത് സൈക്കിൾ ചവിട്ടിയും നടന്നും ഓരോ വീടുകളിൽ കയറി ഇറങ്ങി പ്രിയപ്പെട്ടവരെ പ്രോത്സാഹിപ്പിച്ച് ദൈവിക ആരാധന നടത്തിക്കൊണ്ടുന്ന സ്ഥലത്ത് ഇന്ന് സകലവിധ സൗകര്യങ്ങളോടുകൂടെ ഞങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കും പല കുഴപ്പങ്ങളും സംഭവിച്ചിട്ടുണ്ട്. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാരും അന്വേഷിച്ചില്ല. യഥാ രാജ തഥാ പ്രജ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ജനത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മുമ്പേ പോയ പുരോഹിതന്മാരും ആ അവസ്ഥയിലായിപ്പോയി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുൻ തലമുറയ്ക്കുണ്ടായിരുന്ന താല്പര്യം ഇന്ന് നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. അവർക്കുണ്ടായിരുന്ന ഡിസിപ്ലിൻ നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. അവർക്കുണ്ടായിരുന്ന പ്രാർത്ഥനാനുഭവം നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ പാരഫർണേലിയാസും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയപ്പോൾ ദൈവം എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല എന്ന് യിരെമ്യാവ് കരയുകയാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം എവിടെയെന്ന് ജനം ചോദിച്ചില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അമേരിക്കക്കാരനാണ്. അമേരിക്കയിൽ ഞങ്ങൾ ഒരുമിച്ചൊക്കെ ജീവിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഞാൻ നാടും കാര്യമൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഉടനെ ആളിനെ കണ്ടുപിടിക്കുകയും ചോദിക്കുകയും ചാൻസിക്കുള്ളൂ. പക്ഷെ എനിക്കുണ്ടായൊരു വേദന പറയുകയാണ്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, മരാമൺ കൺവെൻഷന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയാണ്. എനിക്ക് ആ വാചകം കേട്ടപ്പോൾ ഉണ്ടായ സങ്കടവും പുച്ഛവും എൻ്റെ ദേഷ്യവും എല്ലാം കൂടെ ചേർത്താണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റേജിനടുത്ത് കാറിയല്ലാത്തത് കൊണ്ട് വലിയ പ്രയാസമാണ്. ഈ മണൽച്ചാക്കിന്റെ പുറത്തൂടെ നടന്ന് ചവിട്ടി അവിടെ പോയി ഇരിക്കാൻ പ്രയാസമാണ്. മാത്രമല്ല മരാമൺ കൺവെൻഷൻ ഇപ്പം ചെന്നാൽ 45 മിനിറ്റ് കൂടുതൽ പ്രസംഗം ഇല്ലല്ലോ. അതിൽ 20 മിനിറ്റ് ഇംഗ്ലീഷും 20 മിനിറ്റ് മലയാളവും എല്ലാം കൂടെ ആയപ്പോൾ വെറുത്തല്ല. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ട്, മാതാപിതാക്കൾ തുറന്ന പുസ്തകങ്ങൾ കൊണ്ട് നടന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ ദൈവത്തോടുള്ള അവരുടെ താല്പര്യം കണ്ട് നമ്മെ, ഈ പുതിയ തലമുറയെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചപ്പോൾ നമ്മൾ അഹങ്കരിച്ചു പോയില്ലേ? നമുക്ക് മാരാമണ്ണ് സ്റ്റേജിനടുത്ത് കാറേ ചെന്നിറങ്ങിയാൽ കൊള്ളാം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയില്ലേ? കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ദൈവം എവിടെയെന്ന് ജനം ചോദിച്ചില്ല. ഈ ദൈവം എവിടെയെന്ന് പുരോഹിതന്മാരും അന്വേഷിച്ചില്ല. അടുത്ത വാചകം അതിനേക്കാൾ രസമാണ്. ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല, തിയോളജിയൻസ് എന്നെ അറിഞ്ഞില്ല. വലിയ അപകടകരമായ അവസ്ഥയാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ ദൈവത്തെ അറിഞ്ഞില്ല എന്ന് യിരെമ്യാവ് വിളിച്ചു പറയുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അപകടമാകും എന്നതിനാൽ ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. Those who handle the Torah law has forgotten me. They don't know me. യഹോവയെ അറിയാത്ത, ദൈവത്തെ അറിയാത്ത ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടായി.
ഇന്ന് ഈ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ്. നമ്മളെല്ലാവരും വലിയ ദൈവശാസ്ത്രജ്ഞന്മാരാണ്, പക്ഷേ ദൈവം അതിലുണ്ടോ എന്ന് ഓർക്കേണ്ടതാണ്. അതിന്റെ പരിണത ഫലം കേട്ടുകേഴ്വിയില്ലാത്ത ദൈവങ്ങൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ടായി. അല്പം കൂടെ കഴിയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. അടുത്ത വാചകം, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. സംഗതമായ പ്രവാചക ശുശ്രൂഷയെ കുറിച്ചൊക്കെ നമ്മൾ റിന്യൂവൽ കോൺഫറൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സംഭവിച്ചത് എന്താണ്? പണം കയ്യിൽ വന്നപ്പോൾ പ്രവാചകന്മാരെല്ലാം ബാലിന്റെ പ്രവാചകന്മാരുടെ ഉപാസകരായി. ആരാണ് ബാൽ? കാനനൈറ്റ് ഫെർട്ടിലിറ്റി ഗോഡ്, അതാണ് ബാൽ. കനാന്യ പ്രജനനത്തിന്റെ ദൈവമാണ് ബാൽ. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, വെയ് രാജ വെയ് പാർട്ടിയാണ് ബാൽ. അതുകൊണ്ട് ഇന്ന് പ്രവാചകന്മാരെല്ലാം ബാലിന്റെ പ്രവാചകന്മാരായി. ബാലിന്റെ പ്രവാചകന്മാർക്ക് ഒരു ഗുണമുണ്ട്, വാരിക്കോരി കൊടുക്കുന്ന പ്രവാചകന്മാരാണ്. എന്തോ ചോദിച്ചാലും തരുന്ന പ്രവാചകന്മാരാണ്. രോഗസൗഖ്യം വേണോ? തരും. സാമ്പത്തിക അനുഗ്രഹം വേണോ? തരും. കാറ് വേണോ? തരും. എന്ത് വേണേലും തരും. തരാം 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 എന്ന് മാത്രം പറയുന്ന ബാലിന്റെ പ്രവാചകന്മാർ. ജനം മുഴുവൻ ബാലിന്റെ പ്രവാചകന്മാരുടെ ഉപാസകരായി. ഞാനിപ്പോ പോകുന്നിടത്തൊക്കെ പറയും, ഒരു കൺവെൻഷന്റെ നോട്ടീസ് മുമ്പ് അടിച്ചാൽ ആ കൺവെൻഷന്റെ നോട്ടീസിന് മുകളിൽ ദാഹിക്കുന്ന ഏവരുമേ വരുവിൻ, സൗജന്യമായി വാങ്ങി ഭക്ഷിപ്പിൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു പണ്ട് നോട്ടീസ് അടിക്കുന്നത്. ഇന്ന് അങ്ങനെ നോട്ടീസ് അടിച്ചാൽ ഒരുത്തിനും വരത്തില്ല. പകരം അതിന്റെ താഴെ അറ്റത്ത് സ്പെഷ്യൽ ഓഫർ വെക്കാമെങ്കിൽ ആളുകൾ വരും. രോഗസൗഖ്യം ഉണ്ടായിരിക്കുന്നതാണ്, സാമ്പത്തിക അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കാർക്കും കുരിശിന്റെ വഴി താല്പര്യമില്ല. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാന്വേഷിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവിനെ അനുഗമിക്കാൻ താല്പര്യമില്ല. പകരം ചെന്നാൽ വല്ലതും കിട്ടുന്നിടത്ത്, ചെന്നാൽ ഇരട്ടി അനുഗ്രഹം കിട്ടുന്നിടത്ത് ബാലിന്റെ പ്രവാചകന്മാർ നാട് മുഴുവൻ ഉണ്ടായി. അതുകൊണ്ട് യഥാർത്ഥ പ്രവാചകന്മാർക്കും യഥാർത്ഥ ദൈവദാസന്മാർക്കും മാർക്കറ്റില്ലാതെ വന്നു. ഇക്കിളിപ്പെടുത്തുന്ന പ്രവചനങ്ങളുമായി നമ്മുടെ ചുറ്റും ആളുകൾ ഇറങ്ങി. അവരെക്കുറിച്ച് മീഖ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മീഖ പറയുന്ന ഒരു വാചകമുണ്ട്. ഈ പ്രവാചകന്മാരെ കുറിച്ച് മീഖ പറയുന്ന വാചകം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. മീഖ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്. എന്റെ ജനത്തെ തെറ്റിച്ചു കളയും, പല്ലിന് കടിപ്പാൻ വല്ലതുമുണ്ടെങ്കിൽ. എന്റെ ജനത്തെ തെറ്റിച്ചു കളയും. അതിന്റെ ഹീബ്രു നമ്മൾ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്താൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡീറെയിൽ ചെയ്യുക എന്നാണ്. ഡീറെയിൽ ചെയ്യുക, എന്റെ ജനത്തെ തെറ്റിച്ചു കളയുക. അതായത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്ന് തെറ്റിക്കുന്ന പ്രവാചകന്മാര്. നമ്മുടെ നാട്ടിലെ ബാലിന്റെ പ്രവാചകന്മാരെ കുറിച്ച് മീഖ പറയുന്ന വാചകമാണ്, എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും എന്റെ ജനത്തെ ഡീറെയിൽ ചെയ്യുകയും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്ന് ചാടിക്കുന്ന പ്രവാചകന്മാർ. നമ്മുടെ നാട്ടിൽ ഒരുപാട് എണ്ണമുണ്ട്. മനസ്സിലായോ പറഞ്ഞ എന്താണെന്ന്? മാർത്തോമ ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നവനെ തെറ്റിക്കുക, എന്നിട്ട് താഴെ ചാടിക്കുക. എന്നിട്ട് എന്തോ ഈ പ്രവാചകന്റെ പ്രത്യേകത? പല്ലിന് കടിപ്പാൻ വല്ലതുമുണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുന്ന പ്രവാചകൻ. ബാലിന്റെ പ്രവാചകന്റെ പ്രത്യേകതയാണ്, പല്ലിന് വല്ലതും കടിക്കാൻ കൊടുക്കാമെങ്കിൽ സമാധാനം പ്രസംഗിക്കും. അത് കുറെ കൂടെ കൊളോക്കിയലായിട്ട് പറഞ്ഞാൽ ചിക്കൻ കാല് കൊടുക്കാമെങ്കിൽ ആന്റി സൂപ്പറാന്ന് പറയും. ബാലിന്റെ പ്രവാചകന്റെ പ്രത്യേകതയാണ്. ഇല്ലെങ്കിലോ അടുത്ത വാചകം അതിനേക്കാൾ രസമാണ്, സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ബാലിന്റെ പ്രവാചകന്മാർ. ബാലിന്റെ പ്രവാചകന്മാരുടെ ഗുണം മനസ്സിലായോ? വല്ലതും കടിക്കാൻ കൊടുക്കാമെങ്കിൽ പറയും, അങ്കിള് നാളെ സ്വർഗത്തിൽ പോകും, അങ്കിള് സൂപ്പർ ആളാണ്. അവന്റെ വായിൽ ഒന്നും ഇട്ടുകൊടുത്തില്ലെങ്കിൽ പറയും, നീ മുടിഞ്ഞു പോകും. ഇതാണ് ബാലിന്റെ പ്രവാചകൻ, ഇക്കിളിപ്പെടുത്തുന്ന ബാലിന്റെ പ്രവാചകന്മാര്. ഇന്ന് നമ്മുടെ നാട് മുഴുവൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. എല്ലാത്തിനെയും ട്രാക്ക് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. മാർത്തോമാ സഭയിൽ, അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയിൽ, സുവിശേഷ വിഹിത സഭയിൽ, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച സഭ ഇന്ന് പാലും തേനും ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഈ സഭ വിട്ട് കണ്ടവന്റെ എല്ലാം പുറകെ നടക്കുന്ന, ബാലിന്റെ പ്രവാചകന്മാരുടെ പുറകെ നടക്കുന്ന എല്ലാവരോടും ഈ രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, നീ കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയ എന്റെ ദൈവത്തെ മറന്ന് ബാലിന്റെ പ്രവാചകന്മാരുടെ പുറകെ, ഇക്കിളിപ്പെടുത്തുന്ന പ്രവചനങ്ങളുടെ പുറകെ ഓടി മറഞ്ഞു നടക്കുന്ന എല്ലാ മനുഷ്യരോടും ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നീ കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ദൈവിക ശുശ്രൂഷകളും പ്രവചനങ്ങളുമെല്ലാം പണത്തിന്റെ കളികളായി മാറി. കേരളം മുഴുവൻ കോടീശ്വരന്മാരായ പ്രവാചകന്മാരെ കൊണ്ട് നിറഞ്ഞു.
എല്ലാ പുരാതന വ്യവസ്ഥാപിത സഭകളിൽ നിന്നും ഇത്തരം പ്രവാചകന്മാരുടെ പിന്നാലെ ആളുകൾ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. ഇതൊരു നഗ്ന സത്യമാണ്. ഇന്ന് എല്ലാ വ്യവസ്ഥാപിത സഭകളിൽ നിന്നും ഈ ബാലിന്റെ പ്രവാചകന്മാരുടെ പുറകെ, അനുഗ്രഹം വാരിയെറിയുന്ന പ്രവാചകന്മാരുടെ പുറകെ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാർത്തോമാക്കാരൊട്ടും മോശമല്ല. ഇത്തരം പ്രവാചകന്മാരുടെ പുറകെ ഓടി അലയുന്ന ഒരുപാടെണ്ണത്തിന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ സഭയുടെ സെൻസസ് ഒക്കെ പറഞ്ഞ് ഒരു വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 2-3 മണ്ഡലമായി മാർത്തോമാ സഭയിൽ എത്ര അംഗങ്ങളുണ്ടെന്നുള്ള ചോദ്യവും തർക്കവുമാണ്. മറുപടിയും പറയുന്നില്ല, തർക്കത്തിൽ ഞാൻ ഇടപെടുന്നുമില്ല. പക്ഷെ ഒരു കാര്യം പച്ച പരമാർത്ഥമാണ്. ഞാൻ അച്ഛനായ കാലത്ത് എത്രയും ആളുകൾ ഇന്ന് സഭയിലില്ല. സുനാമി അടിച്ച് എത്തുപോയൊന്നുമല്ല, ബാലിന്റെ പ്രവാചകന്മാർ പുറകെ ഇറങ്ങിപ്പോയതാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. യിരെമ്യാവ് പറയുന്നുണ്ട് 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ, എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ഒരു പുതിയ ആധ്യാത്മികത നമ്മുടെ നാട്ടിലുണ്ടായി. നമ്മൾ ഇന്നോൾ കടന്നു പോകുന്ന ആധ്യാത്മികതയെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ മോശ മുൻപേ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാർക്ക് പിന്നാലെ പോകുന്നവരെ കുറിച്ച് ഒന്ന് വായിക്കുന്നതല്ലാണ്. 32-ാം അധ്യായം 17-ാം വാക്യം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 17-ാം വാക്യം. അവർ ദുർഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് തന്നെ ബലി കഴിച്ചിരിക്കുന്നു. അടുത്ത വാചകം ശ്രദ്ധിച്ചു കേട്ടോണം. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. നമ്മുടെ അപ്പന്മാരോ നമ്മുടെ അമ്മമാരോ ഈ പുതിയ ദൈവങ്ങളുടെ പുറകെ പോയിട്ടില്ല. തീർന്നില്ല, അല്പം കൂടെ ഉണ്ട്, വായിച്ചേ. അവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികളത്രേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികളുടെ പുറകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാർത്തോമാക്കാരോട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർത്ത് കരയുകയാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. നിനക്കൊന്നുമില്ലായിരുന്ന കാലത്ത് ഈ ഒരു ദുർഭൂതവും നിന്റെ പുറകെ വന്നിട്ടില്ല. നിന്റെ കയ്യിൽ പണമില്ലാതിരുന്ന കാലത്ത് ഒരു ബാലിന്റെ പ്രവാചകനും നിന്റെ വീട്ടിൽ വന്നിട്ടില്ല. നീ പട്ടിണിയുടെ നാളിൽ നടന്നപ്പോ, നീ കണ്ണുനീരൊലിപ്പിച്ച് നടന്നപ്പോ, ഒരു തുണി ഉടുക്കാൻ നിവൃത്തിയില്ലാതെ നടന്ന കാലത്ത് ഒരു ബാലിന്റെ പ്രവാചകനും നിന്റെ വീട്ടിൽ വന്നില്ല. എന്നാൽ ദൈവം തമ്പുരാൻ അനുഗ്രഹം വാരിക്കോരി തന്ന് നിന്റെ പേഴ്സ് നിറഞ്ഞപ്പോ, നിന്റെ ബാങ്ക് നിറഞ്ഞപ്പോ ബാലിന്റെ പ്രവാചകന്മാർ നിന്നെ വിഴുങ്ങാൻ വന്നു. നീ അവരുടെ പുറകെ പോയി. നിന്റെ പിതാക്കന്മാർ ഇവയെ ഭജിച്ചിട്ടില്ല. ഇവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികളത്രേ. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. നമ്മുടെ ആധ്യാത്മികത മാറിപ്പോയി. ഇപ്പോഴത്തെ പ്രാർത്ഥന തന്നെ കേട്ടാൽ വലിയ രസമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് തിരുവാങ്കൂരിൽ ഒരു കൺവെൻഷന് പോയി. അവിടെ പ്രസംഗിക്കാനിരുന്നപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഗൾഫിൽ നിന്ന് അവധിക്ക് വന്ന ഒരു അച്ചായനാണ്. അച്ചായൻ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന വെച്ച് താങ്ങുകയാണ്. ഇതിനിടയ്ക്ക് ഒരു 50 വാക്യവും കർത്താവിനെ പഠിപ്പിച്ചു. പിന്നെ ബാക്കി അങ്ങനെ ഇപ്പോഴത്തെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റൈൽ അതാണ്. എഴുന്നേറ്റ് 5-6 വാക്യം ആദ്യം കർത്താവിനോട് ചോദിക്കും, നിനക്കറിയാവല്ലോ, അറിയത്തില്ലേ, പഠിപ്പിക്കാമെന്നും പറഞ്ഞാണ്. അങ്ങനത്തെ കുറെ ഭക്തന്മാരാണിപ്പോ. എന്നാൽ അതിനിടയ്ക്ക് അവസാനം ഒരു വാചകം പറഞ്ഞു, എനിക്കങ്ങ് ചിരി വന്നുപോയി. ആ വാക്യം എങ്ങനെയാണ്? കർത്താവെ, ഇന്നടത്തെ ഇന്നാരുടെ മകൾ എഞ്ചിനീയറിങ്ങിന് എൻട്രൻസ് 2-ാം പ്രാവശ്യം എഴുതിയിരിക്കുകയാണ്. വർത്താനം പറയാണ്. നല്ല ദൈവത്തോട് വർത്താനം പറയുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല. പറഞ്ഞു തുടങ്ങി നല്ല രസമാണ്. കർത്താവെ, കുഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം എൻട്രൻസ് എഴുതി തോറ്റുപോയി ദൈവമേ. ഈ പ്രാവശ്യം അവള് പരീക്ഷ എഴുതിയിട്ട് കാത്തിരിക്കുക കർത്താവേ. അടുത്ത വാചകം കേട്ടോണം. കർത്താവെ, അവളുടെ പേപ്പർ നോക്കുമ്പോൾ നീ എന്തെങ്കിലും ഒരു തിരിമറി കാണിച്ച് അവളെ അങ്ങ് ജയിപ്പിക്കണേ കർത്താവേ. പ്രാർത്ഥിക്കുകയാണ്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. ഇതേ വാചകമാണ് റെക്കോർഡ് ചെയ്ത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എങ്ങനെ ചിരിക്കാതിരിക്കും? പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഭക്തിയുടെ ലക്ഷണമാണ്. ബാലിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിച്ച് പഠിച്ച എങ്ങനെയാ? നമ്മുടെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ച് പഠിപ്പിച്ച എങ്ങനെയാ? എൻ്റെ കുഞ്ഞ് എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എഴുതിയിരിക്കുകയാണ്, ദൈവമേ അവിടത്തേക്ക് ഹിതകരമാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ജയിപ്പിക്കണേ. അങ്ങനെ പഠിച്ചു വന്ന ഒരു തലമുറയുടെ പുതിയ ഭക്തിയാണ്. ദൈവമേ, ആ കുഞ്ഞിന്റെ പേപ്പർ നോക്കുമ്പോൾ നീ എന്തെങ്കിലും ഒരു തിരിമറി കാണിച്ച് ആ കുഞ്ഞിനെ അങ്ങ് ജയിപ്പിക്കണേ. പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ബാലിന്റെ പ്രവാചകന്മാർ കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അപകടകരമായ ഒരവസ്ഥയാണ് ഇത് എന്ന് ഓർക്കുക. നമ്മുടെ മതജീവിതം എവിടെയാണ് നിൽക്കുന്നത്? കൊട്ടാരക്കര കൺവെൻഷന് വന്ന് തടിച്ചുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങളോട് വിളിച്ചു ചോദിക്കട്ടെ, നിങ്ങളുടെ മതജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? നീ ആരുടെ പുറകെയാണ് നടക്കുന്നത്? ബാലിന്റെ പ്രവാചകന്മാരുടെ പുറകെയാണോ? നിന്റെ കയ്യിൽ പൈസ വന്നപ്പോ നീ നിന്റെ ദൈവത്തെ മറന്നുപോയോ? മറന്നുപോയെങ്കിൽ ഈ രാത്രി, ഈ സമാപന രാത്രി, ദൈവം ഈ പന്തലിന്റെ നടുവിൽ നിന്ന് നിലവിളിക്കുകയാണ്, കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയായി പോയല്ലോ.
നമ്മുടെ സാമൂഹ്യ ജീവിതം ആകെപ്പാടെ തകർന്നു പോയി. യെശയ്യാവ് 5:7 വായിക്കാം. നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ചു പോകാം. 5-ാം അധ്യായം 7-ാം വാക്യം. യെശയ്യാവ് 5:7. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരും അത്രേ. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം. നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം ഇതാണ്, കറപ്ഷൻ ആൻഡ് ഇമ്മൊറാലിറ്റി. പണം കൈ വന്നപ്പോ നമ്മുടെ സമൂഹത്തിലുണ്ടായ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ടായ 2 പ്രശ്നങ്ങളാണ് കറപ്ഷൻ ആൻഡ് ഇമ്മൊറാലിറ്റി. അധാർമികത കൊടികുത്തി വാഴുകയാണ്, അഴിമതി കൊടികുത്തി വാഴുകയാണ്. ഞാനിപ്പോ പോകുന്നിടത്തെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് 1-ാം സ്ഥാനം കിട്ടിയൊരു കാര്യത്തിന് കൊട്ടാരക്കരക്കാർ അറിഞ്ഞാണോ? ഇന്ത്യക്ക് 1-ാം സ്ഥാനം കിട്ടി. എന്തോന്നറിയാമോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള രാജ്യം എന്ന പേരിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചു ഇന്ത്യ. മേരി ഭാരത് മഹാൻ വിളിച്ചു പറയേണ്ട കാലമാണ്. കാരണം അഴിമതിയിൽ നമുക്കാണിപ്പോ 1-ാം സ്ഥാനം. ധാർമ്മികതയോ തലകുത്തി വീണിരിക്കുകയാണ്. ഞാനിപ്പോ പോകുന്നിടത്തെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, സീരിയൽ എന്ന് പറയുന്ന ഒരു മഹാപാതകം നമ്മുടെ സമൂഹത്തെ ആകെപ്പാടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 6:30 മുതൽ 10:30 വരെ ഈ സാധനത്തിന് മുമ്പിൽ അങ്ങ് കുത്തിയിരിക്കുകയാണ്. ഈ കഥകൾ മുഴുവൻ അധാർമികതയുടെ കഥയാ പറഞ്ഞു വരുന്നത് മുഴുവൻ. അനീതിയെക്കുറിച്ചും അധാർമികതയെക്കുറിച്ചും നിന്ന് പറയാനാണെങ്കിൽ മണിക്കൂറുകൾ പറയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം അഴിമതിയാണ്. ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ കോടികളുടെ അഴിമതി. അഴിമതിയുടെ കോടിയൊന്നും എണ്ണി തീർക്കാനൊക്കത്തില്ല, അതുപോലെ അഴിമതിയാണ്. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകളത്ത് ഭയങ്കരമാണ്. 2000 കോടിയുടെ അഴിമതി, 3000 കോടിയുടെ അഴിമതി. അഴിമതിയുടെ ബഹളമാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ദൈവം ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം. അവൻ നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. ജീവിതമാകെപ്പാടെ തകർന്ന് തരിപ്പണമായിരിക്കാൻ. 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാവ് കുറെ കൂടെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. 5:20 തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേര് പറയുക, ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുക. വായിച്ചോ? വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുക. കൺഫ്യൂസ്ഡ് മൊറാലിറ്റി. ഇരുട്ടേതാ വെളിച്ചമേതാ തിരിച്ചറിവില്ല. ഇപ്പോ കയ്പേതാ മധുരമേതാ തിരിച്ചറിവില്ല ജനത്തിന്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ഒരു കാലത്ത് ഇരുളെന്ന് വിചാരിച്ചിരുന്നതൊക്കെ ഇപ്പൊ വെളിച്ചമാണ്. മനുഷ്യന്റെ മൊറാലിറ്റി കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്താ കാര്യമെന്നറിയാമോ? സീരിയലാണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം. 6:30 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന അധാർമികതയുടെ കഥകളാണ് രാവിലെ മുതൽ രാത്രി വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ശരിയേതാ തെറ്റേതാ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് കഥകൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഷാംപി തോമസ് അച്ഛൻ ഇന്നലെ ഇവിടെ പ്രസംഗിച്ചതുകൊണ്ട് അഴിമതിയെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തിലെ മന്ത്രി ഇംഗ്ലണ്ടിൽ പോയ കാര്യം പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാൽ ഞാൻ പറയാം. ഞങ്ങൾ പോകുന്നിടത്തൊക്കെ പറയുന്ന കാര്യമാണ്. അച്ഛനും പറയും, ഞങ്ങളൊക്കെ പറയുന്ന ഒരു കഥയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് ലോകത്തിൽ അഴിമതിക്ക് 1-ാം സ്ഥാനം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ മന്ത്രിമാർ ഇംഗ്ലണ്ടിൽ പോകും. അങ്ങനെയാണ്. നമ്മുടെ MC റോഡ് ടാർ ചെയ്യണമെങ്കിലും അത് പഠിക്കാനൊരു മന്ത്രി ഇംഗ്ലണ്ടിൽ പോകും. അങ്ങനെ കേരളത്തിൽ നിന്നൊരു മന്ത്രി ഇംഗ്ലണ്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഇംഗ്ലണ്ടിലെ മന്ത്രിയുടെ വീട്ടിൽ പോയി താമസിച്ചു. വീട്ടിൽ ചെന്നപ്പോഴേ കേരളത്തിൽ നിന്ന് പോയ മന്ത്രി വീട് കണ്ടങ്ങ് അത്ഭുതപ്പെട്ടു. അടിപൊളി വീടാണ്, ഇതെങ്ങനെ ഒപ്പിച്ചു എന്ന് അന്നേരം മുതലേ പുള്ളിക്ക് മനസ്സിൽ ഭാരമാണ്. രാത്രി ഡിന്നറും ഒക്കെ കഴിഞ്ഞു ടെറസിന്റെ മുകളിൽ കയറി. ടെറസിന്റെ മുകളിൽ കയറി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കേരളത്തിൽ നിന്ന് മന്ത്രി ചോദിച്ചു, ഇതെങ്ങനെ ഒപ്പിച്ചു? ഉടനെ ഇംഗ്ലണ്ടിലെ മന്ത്രി പറഞ്ഞു, അങ്ങ് അകലെ ഒരു നദി കണ്ടോ? കണ്ടു. അതിന് കുറുകെ ഒരു പാലം കണ്ടോ? കണ്ടു. ആ പാലത്തിന്റെ 10% ഈ ബംഗ്ലാവ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ നാട്ടിൽ നിന്ന് പോയ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ പാലത്തിന്റെ 10% അടിച്ചു മാറ്റിയാണ് ബംഗ്ലാവ് ഉണ്ടാക്കിയത്. ഒരു 10 വർഷം കഴിഞ്ഞപ്പോ ഈ ഇംഗ്ലണ്ടിലെ മന്ത്രി കേരളത്തിൽ വന്നപ്പോ അന്ന് താമസിച്ച ആളിന്റെ വീട്ടിൽ പോയി താമസിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ചെന്നു. വീട്ടുപടിക്ക് ചെന്നപ്പോഴേ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന പുള്ളിക്ക് മോഹാലസ്യം ഉണ്ടായി. കാരണം ബക്കിംഗ്ഹാം പാലസിനേക്കാൾ ഒരു പടുകൂറ്റൻ പാലസ്. രാത്രി ഡിന്നർ കഴിഞ്ഞു, ടെറസിന്റെ മുകളിൽ കയറി. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന മന്ത്രി ചോദിച്ചു, ഇതെങ്ങനെ ഒപ്പിച്ചു? ഉടനെ പറഞ്ഞു, അങ്ങ് അകലെ നദി കണ്ടോ? കണ്ടു. അതിന് കുറുകെ ഒരു പാലം കണ്ടോ? ഇല്ല, അവിടെ ഉണ്ടാവേണ്ടിയിരുന്ന പാലമാണ് ഈ ബംഗ്ലാവ് എന്ന് പറഞ്ഞു. ലോകത്തിൽ എല്ലായിടത്തും അഴിമതിയുണ്ട്, എല്ലായിടത്തും അഴിമതിയുണ്ട്. പക്ഷെ വേരോടെ പറിച്ചു മാറ്റുന്നത്
ഈ നാട്ടിൽ മാത്രമാണ്. അവിടെ ഉണ്ടാവേണ്ടിയിരുന്ന പാലം കൊണ്ട് ബംഗ്ലാവ് പണിത പാർട്ടികളാണ്. അനീതി കൊണ്ട് കൂപ്പുകുത്തിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങ. ലോകത്തിലെ സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രം ഞാൻ തെരഞ്ഞെടുത്തത് ലോകത്തിന് മുമ്പിൽ നീതി എന്തെന്നും ന്യായം എന്തെന്നും കാണിച്ചു കൊടുക്കാൻ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത ജാതിയാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, മാർത്തോമാ സഭയിലെ പട്ടക്കാരൻ എന്ന നിലയിൽ അഭിമാനത്തോടെ അടുത്ത സംഭവം പറയാൻ പോവാണ്. മാർത്തോമാ സഭയിലെ അനുഗ്രഹീതനായ ടി തോമസ് അച്ഛൻ്റെ മകൻ മാത്യു ടി തോമസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. 2 പ്രാവശ്യം മന്ത്രിയായി, ക്യാബിനറ്റ് മന്ത്രിയായ ആളാണ് കേരളത്തിൽ. പക്ഷേ ഗതികേട് കൊണ്ട് 2 പ്രാവശ്യവും ടേം പൂർത്തിയാക്കാൻ പറ്റിയില്ല. ആദ്യത്തെ പ്രാവശ്യം ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ മന്ത്രിയും ഈ പ്രാവശ്യം ജലവിഭവ വകുപ്പിന്റെ മന്ത്രിയുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സ്ഥാനത്യാഗം ചെയ്തു, നമുക്കറിയാം, റിസൈൻ ചെയ്തത് നമുക്കറിയാം. പിറ്റേ ദിവസം രാവിലെ മലയാള മനോരമ പത്രത്തിൽ 5 സ്ഥലത്ത് മാത്യു ടി തോമസിനെ കുറിച്ച് ചെറിയ ചെറിയ ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: കലങ്ങിയില്ല, തെളിനീരായി പടിയിറക്കം. കലങ്ങിയില്ല, തെളിനീരായി പടിയിറക്കം. ജലവിഭവ വകുപ്പിന്റെ മന്ത്രി ആയിരുന്നതുകൊണ്ടാണ് ആ ഭാഷ മനോരമക്കാർ ഉപയോഗിച്ചത്. കലങ്ങാതെ തെളിനീര് പോലെ ഇറങ്ങിയ മനുഷ്യൻ. എന്തുകൊണ്ടാണ് ഇറങ്ങേണ്ടി വന്നത്? അദ്ദേഹം മന്ത്രിയായിരുന്നതുകൊണ്ട് പാർട്ടിക്ക് ഒരന്യായവും അദ്ദേഹം ചെയ്തു കൊടുത്തില്ല, ഒരു വ്യക്തിക്കും ഒരന്യായവും അദ്ദേഹം ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ട് ആ സ്ഥാനത്ത് തുടരാൻ പറ്റിയില്ല. അതുകൊണ്ട് മനോരമക്കാരനെഴുതി, ഓർത്തഡോക്സ് സഭയുടെ പത്രമാണല്ലോ, മനോരമക്കാരനെഴുതി ഒരു മാർത്തോമായിലെ അച്ഛന്റെ മകനെ കുറിച്ച്: കലങ്ങിയില്ല, തെളിനീരായി പടിയിറക്കം. മാർത്തോമാ സഭയിലെ ഒരു വൈദികൻ എന്ന നിലയിൽ അഭിമാനത്തോടെ ഈ കൊട്ടാരക്കര കൺവെൻഷനിൽ ഞാൻ വിളിച്ചു പറയാണ്: ദൈവം നീതി നോക്കുമ്പോൾ നീതി കാണിക്കാൻ പറ്റിയവൻ ഇന്നും മാർത്തോമാ സഭയിലുണ്ട് എന്നതോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാണോ? കൈയിട്ട് വാരാൻ അവസരമുണ്ടായിരുന്ന സ്ഥലത്ത് കലങ്ങിമറിയാതെ തെളിനീര് പോലെ ഇറങ്ങി വരാൻ മാർത്തോമാ സഭയിലൊരു വൈദികന്റെ മകന് സാധിച്ചെങ്കിൽ ഇന്ന് ഈ പന്തലിരിക്കുന്ന മാർത്തോമാക്കാരെ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ദൈവം തമ്പുരാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീതിയാണ്. തെളിനീര് പോലെ ജീവിക്കാൻ ബാധ്യതയുള്ള ആളുകളാണ് നമ്മൾ. ഇന്ന് ധാർമ്മികതയ്ക്ക് എന്താണ് നമ്മുടെ നാട്ടിൽ വിലയുള്ളത്? ഈ നാളുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അധാർമികതയുടെ കഥകളാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. നമ്മളെ ഈ പന്തലിലിരിക്കുന്ന ആളുകളോട് ഞാൻ വീണ്ടും ഈ രാത്രി വിളിച്ചു ചോദിക്കട്ടെ, എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം? അടുത്ത രംഗം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകം വിളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ. 5-ാം അധ്യായം 21-ാം വാക്യം ആദ്യം വായിക്കാം. 5-ാം അധ്യായം 21-ാം വാക്യം: തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളാകും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. യെശയ്യാവ് പറയുന്ന അടുത്ത വാചകമാണ്: വ്യക്തി ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അപകടം അഹങ്കാരമാണ്. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്ന മനുഷ്യൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അഹങ്കാരം എന്ന് പറയുന്നത് മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം നമ്മുടെ സമൂഹത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനയം എന്ന് പറയുന്നത് നമുക്കിന്ന് തൊട്ട് തേച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എന്തൊരു അഹങ്കാരമാണ്! നമ്മൾ ആരായിരുന്നു എന്നത് നമ്മൾ മറന്നുപോയി. ഒന്നുമില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം തമ്പുരാൻ നമ്മളെ അവിടെ ഇവിടെയൊക്കെ എത്തിച്ച് 4 കാഴ്ച കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരികളായി മാറി. ആരുടെയും മുമ്പിൽ നമ്മൾ വണങ്ങുന്ന പ്രശ്നമില്ല. നമുക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അഹങ്കാരമാണ്. 30 വർഷം കൊണ്ട് ഈ സഭയിലുണ്ടായ വ്യത്യാസം നേരിട്ട് കണ്ട ആളാണ് ഞാൻ. ഒരു കാലത്ത് തിരുമേനിമാരോടും പട്ടക്കാരോടും മുതിർന്നവരോടും നമുക്കുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ്, ഇന്ന് നമ്മുടെ കയ്യിൽ പണം വന്നപ്പോൾ ആരുടെ നേരെയും എന്തും പറയാമെന്ന അഹങ്കാരം ബാധിച്ച തലമുറയല്ലേ നമ്മൾ. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. നല്ല മുന്തിരിങ്ങ കായ്ക്കും എന്ന് വിചാരിച്ച് കാത്തിരുന്നതാണ്. പക്ഷെ കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. 11-12 വാക്യങ്ങൾ വായിച്ചാട്ടെ. അധികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. മദ്യപാനം. ഞാൻ തുമ്പോൺകാരനാണ്. എന്റെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു കള്ളുഷാപ്പേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ കള്ളു കുടിക്കുന്ന ആകെ 5 ആണുങ്ങളെ ഉള്ളൂ. ഈ കള്ളു കുടിക്കുന്ന 5 പേരെയും ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം. എന്നാലും അവർ കള്ളുഷാപ്പിലോട്ട് പോകുമ്പോൾ തലയെ തോർത്തിട്ടുണ്ടേ പോകത്തുള്ളായിരുന്നു.
അവരാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും അവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു നാണം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ കാശ് വന്നപ്പോൾ രാവിലെ നേരം വെളുത്ത അടി തുടങ്ങുകയാണ്. പിന്നെ യെശയ്യാവ് 2800 വർഷം മുമ്പ് എഴുതി വെച്ചാണ്, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും സന്ധ്യാസമയത്ത് വൈകി വീഞ്ഞു അടിച്ചിരിക്കുക, അടിച്ച് പൂക്കുറ്റിയായി അങ്ങ് ഇരിക്കുകയാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. മദ്യപാനികൾ സഭയുടെ ഔദ്യോഗിക രംഗത്ത് കടന്നു വരരുത്. ഒത്തിരി നാളായി കരച്ചില്ല നമ്മൾ. പക്ഷെ നമുക്ക് ഇപ്പോഴും പറയാൻ ധൈര്യമില്ല. ധൈര്യം വെച്ച് പറഞ്ഞു പോയാൽ ചിലപ്പോ ചുമതലാ സ്ഥാനത്ത് ആളില്ലാതെ വരുമെന്നാണ് ഇന്നാൾ ഒരാൾ പറഞ്ഞത്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ഒരു കാലത്ത് എത്ര പേരായിരുന്നു മദ്യപാനികൾ? മദ്യപാനികളുടെ ഒരു സെൻസസ് എടുത്താൽ നല്ലതായിരുന്നു അല്ലേ? സഭയിൽ അംഗങ്ങളുടെ സെൻസസ് എടുത്തില്ലേലും മദ്യപാനികളുടെ ഒരു സെൻസസ് എടുത്താൽ കൊള്ളായിരുന്നു. അധികാലത്ത് മുതൽ അടി തുടങ്ങുകയാണ്, വൈകുന്നത് വരെ ഇരിക്കുകയാണ്. സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. 12ാമത്തെ വാക്യം വായിച്ചാട്ടെ. നമുക്ക് പറ്റിയ അടുത്ത കുഴപ്പം, ദൈവം കാത്തിരുന്നു. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട്. നമ്മുടെ സെലിബ്രേഷൻസിലെ ഐറ്റംസിന്റെ കാര്യമാണ് 2800 വർഷം മുമ്പ് യെശയ്യാവ് എഴുതിയത്. എന്നെ കേൾക്കുന്ന മാർത്തോമാ സഭാംഗങ്ങളെ, സുവിശേഷ വിഹിത സഭയിലെ അംഗങ്ങളെ, മാരാമൺ മണൽപ്പുറത്ത് പുകയിലെയും മറ്റും കൂട്ടിയിട്ട് തീ കത്തിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രതിജ്ഞയെടുത്ത മാതാപിതാക്കളുടെ മക്കളെ, വിശുദ്ധ കൂദാശകളെ നീ ഇന്ന് കോപ്രായമായി മാറ്റിയില്ലേ? അനുഗ്രഹീതമായ വിവാഹ കൂദാശകൾ നിന്റെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് കോപ്രായമായി മാറ്റിയില്ലേ നീ? കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ഇന്ന് ഒരു കല്യാണ ഉറപ്പ് നടക്കുകയാണ്. കഴിഞ്ഞു. ഒരു കല്യാണ ഉറപ്പ് നടക്കുകയാണ്. ഞാൻ ഓർക്കുന്നു 30 വർഷം മുമ്പ് മാർത്തോമാ സഭയിൽ ഒരു കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞാൽ 7 പേര് അല്ലെ 14 പേര് അല്ലെ 21 പേര് മാക്സിമം 3 അംബാസഡർ കാറിൽ കയറിപ്പോകുന്ന കാലമാണ്. ഇന്ന് നടന്ന കല്യാണ ഉറപ്പിന് 1000 പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. 1000 പേരെ. നിന്റെ വിരുന്നുകളിൽ നിന്ന് വീണയും കിന്നരവും തപ്പും കുഴലും ലൈവ് ഓർക്കസ്ട്രയാണ് കല്യാണത്തിന്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. പാലും തേനും ഒഴുകുന്ന നാട്ടിൽ വന്ന് നിന്റെ സമ്പത്ത് വർദ്ധിച്ചപ്പോ പരിശുദ്ധമായ കൂദാശകളെ നീ കൊഞ്ഞനം കാണിച്ചില്ലേ? ഇന്ന് ദേവാലയത്തിൽ അനുഗ്രഹീതമായി പുരോഹിതൻ നടത്തി വന്നിരുന്ന ശുശ്രൂഷകൾ ഇന്ന് വെറും കോപ്രായങ്ങളായി മാറ്റിയില്ലേ നീ? നിന്റെ കയ്യിലുള്ള പണക്കൊഴുപ്പ് കൊണ്ട് അഹങ്കാരമായി മാറ്റിയില്ലേ? സലയിൽ താരിയുമിട്ട് നമ്രശിരസ്കരായി വന്ന് മദ്ബഹായുടെ മുൻപിൽ കുനിഞ്ഞു നിന്ന മണവാട്ടിമാരെ കണ്ട് മാർത്തോമാ സഭയിൽ വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ച ഞാനിന്ന് ശരീരത്തെ തുണിയില്ലാത്തവളെ കെട്ടിക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയല്ലേ? വളരെ സങ്കടത്തോടെ ഞാൻ വിളിച്ചു പറയാണ് കൊട്ടാരക്കരക്കാരെ, 30 വർഷം മുമ്പ് തലയിൽ സാരിയുമിട്ട് നമ്രശിരസ്കരയായി എന്റെ മുമ്പിൽ നിന്ന് ഞാൻ വിവാഹം കഴിപ്പിച്ച മണവാട്ടിമാരുടെ രംഗത്ത് ഇന്ന് ശരീരത്ത് വേണ്ടത്ര തുണിയില്ലാതെ നാണമില്ലാതെ വന്നു നിൽക്കുന്ന അഹങ്കാരികളായ മനുഷ്യരെ ഞാൻ ഈ രാത്രി നിന്നെ വിളിച്ചു പറയുകയാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. നിന്റെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും കലാപരിപാടിയും. വിവാഹം കഴിഞ്ഞ് അച്ഛൻ ഓഡിറ്റോറിയത്തിലോ വീട്ടിലോ ചെന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണം വിളമ്പാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് അച്ഛന്മാർ വേദി പോലും കയറത്തില്ല. എവിടുന്നെങ്കിലും വരും ഇവന്റ് മാനേജ്മെന്റ്, അതിനകത്ത് ഏതെങ്കിലും ഒരു സുന്ദരി എവിടുന്നെങ്കിലും ഒന്ന് അങ്ങ് തുടങ്ങുമോ അവൾ അവിടെ നിന്ന്. അവിടെ നിപ്പം പറച്ചിലും കേട്ടാൽ ഇംഗ്ലണ്ടിലാണെന്ന് തോന്നുന്നു. ലെറ്റ് മീ വെൽക്കം ദി കപ്പിൾ ബിഫോർ യു. എവിടെ നിന്ന് വന്നാണ്? വികാരിച്ചൻ താഴെ നോക്കിയിരിക്കുക, പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ച്. The bridegroom Mr. So and so belong to Kapakatil family. കപ്പക്കാട്ടിലെ കുഞ്ഞോറിച്ചാന്റെ മോനാ താങ്ങുക നിന്ന് കപ്പാക്കാറ്റിൽ. And he studied in Oxford and his father was in Cambridge. ഇവിടെ കപ്പയ്ക്ക് കളക്കുന്നതിനെ കുറിച്ചാണ്. കേംബ്രിഡ്ജിലാണ് താങ്ങിയേക്കാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. നിന്റെ വിരുന്നുകളിൽ തപ്പും വീണയും കുഴലും കലാപരിപാടിയും. പ്രാർത്ഥിക്കുന്നതിന് ഭക്ഷണത്തിന് മുമ്പ് അനുഗ്രഹീതമായി പാടിയിരുന്ന പാട്ടുകളുണ്ട് വൈദികർ. എന്നെ പോലെയുള്ളവരും എൻ്റെ കൂട്ടുകാരും അഭിമാനത്തോടെ പാടിയിരുന്ന നിന്റെ ഹിതം പോലെ എന്നെ എന്ന് പാടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് ആ പാട്ടിനൊന്നും ഒരു സ്ഥാനവും ഇല്ല.
പകരം ലൈവ് ഓർക്കസ്ട്രയാണ്. 2 മാസം മുമ്പ് ഒരു പള്ളി കല്യാണത്തിന് പോയി. കല്യാണം കഴിഞ്ഞ് മുറ്റത്തിറങ്ങിയപ്പോ 6 ബൈക്ക്, അതിന്റെ മഡ്ഗാർഡൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സൈസ് 6 ബൈക്ക് പള്ളിമുറ്റത്ത് എരപ്പിച്ച് മൂപ്പിക്കുകയാണ്. 6 എണ്ണം ജനത്തിന്റെ ഇടയിൽ കൂടെ. കല്യാണം കഴിഞ്ഞ് മാർത്തോമാ സഭയുടെ പള്ളിയുടെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ചെണ്ടമേളം അപ്പുറത്ത്, കുറെ കോമരങ്ങൾ തലയും ചരിച്ച് മേളിലോട്ട് വെച്ച കുറെ എണ്ണം ചെണ്ടയടിച്ച് പള്ളിമുറ്റത്ത്. ഓഡിറ്റോറിയത്തിലോട്ട് ചെന്ന് കയറിയപ്പോ വന്നിരിക്കുകയാണ് കറുത്ത തുണിയിട്ട് 6 എണ്ണവും വെള്ള തുണിയിട്ട് 6 എണ്ണവും. അപ്പൊ എന്റെ അടുത്ത് നിന്ന് തമാശക്കാരൻ പറയാം, 6 പിശാചും 6 മാലാഖയാച്ച വിളിച്ചോണ്ട് പോവാണ്, സ്റ്റേജിലോട്ട് കൊണ്ടുപോവാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ചെവിയുള്ള മാർത്തോമാക്കാരെ, കൊട്ടാരക്കര പന്തലിരിക്കുന്നവരെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, ഈ രാത്രി ഞാൻ നിന്നോട് വിളിച്ചു പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതം കണ്ട് കരയുകയാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. അവരുടെ വിരുന്നുകളിൽ തപ്പും വീണയും കിന്നരവും കുഴലും കോപ്രായങ്ങളും അഭ്യാസങ്ങളും കൊണ്ട് തലതെറിച്ചു പോയ ഈ സഭയോട് പറയുന്നു, ദൈവം നിന്നെ ചുട്ടുകരിച്ചു കളയും. ഇച്ചിരി കഴിയുമ്പോൾ പറയാം എന്തോ സംഭവിക്കുമെന്ന്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ഇനി നമുക്ക് സ്ത്രീകളെ കുറിച്ച് നോക്കാം. യെശയ്യാവ് 3:16 വായിച്ചാട്ടെ. സൂക്ഷിച്ചു വായിക്കണേ. യെശയ്യാവ് 3:16. യഹോവ പിന്നെയും അരുളി ചെയ്തത് സിയോൻ പുത്രിമാർ എന്ന് പറയുന്നത് യഹൂദയിലായിരുന്നത് കൊണ്ടും സയൺ ഹില്ലിലുള്ള ആളുകളെ കുറിച്ച് എഴുതിയത് കൊണ്ടുമാണ്. അതുകൊണ്ട് നമുക്ക് സിയോൻ പുത്രി എന്നുള്ളിടത്ത് മാർത്തോമാ പുത്രിമാരെന്ന് ചേർക്കാം. അതുകൊണ്ട് മാർത്തോമാ പുത്രിമാർ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടി. എപ്പോഴാ? കാശ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ കുഴപ്പമാണ്. പാലും തേനും ഒഴുകുന്ന നാട്ടിൽ വന്നതിന് ശേഷം മാർത്തോമാ പുത്രിമാർക്ക് പറ്റിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിഗളിച്ച് കഴുത്തങ്ങ് നീട്ടി. പണ്ട് അമ്മച്ചിമാര് കുനിഞ്ഞു നടന്നവരുടെ സന്തതി കൈ കാശ് കിട്ടിയപ്പോൾ എന്തോ പറ്റി? നിഗളിച്ച് കഴുത്ത് നീട്ടി. 2800 വർഷം മുമ്പ് യെശയ്യാവ് എഴുതി വെച്ചാണ്. ബാക്കി വായിച്ച മോളെ. എറികണ്ണിട്ട് നോക്കി. ഇപ്പൊ എറികണ്ണൊന്നും ഇട്ട് നോക്കണ്ട, ദൂരെ ഇരിക്കുന്നതുകൊണ്ട് കാണിച്ചു തരാം. ഇവിടെ പരിചയിച്ചങ്ങ് വരച്ചു വെച്ചേക്കാണ് ഇങ്ങനെ നോക്കാൻ. കാശ് കിട്ടിയതിന് ശേഷം തുടങ്ങിയതാ. 2800 വർഷം മുമ്പ് യെശയ്യാവ് എഴുതി വെച്ചാണ്. പണം കൈ വരുമ്പോ അഹങ്കരിക്കുന്ന, കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയുകയാണ്. എറികണ്ണിട്ട് നോക്കിയും പിന്നെന്തോ സഞ്ചരിക്കുകയും നടപ്പിന്റെ സ്റ്റൈൽ അങ്ങ് മാറ്റി. പണ്ട് അമ്മച്ചിമാര് നടന്നല്ല നോക്കുന്നത്, ഇപ്പൊ തത്തി ക്യാറ്റ് വാക്കാണ്. ഇങ്ങനെ നടക്കത്തുള്ളൂ. ഇപ്പം നടപ്പൊക്കെ വലിയ സ്റ്റൈലാണ്. കാശ് കയറി കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പോലെ നടക്കാനൊക്കത്തില്ല. ക്യാറ്റ് വാക്ക്, തത്തി നടക്കുക. പിന്നെന്തോ? കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുക. നടക്കുമ്പോ കേൾക്കാൻ ചങ്ങല ചിലും കെട്ടിയിട്ടേക്കാണ് കാലയില്. കല്യാണത്തിന് വരുമ്പോ കൈയുടെ വിരലെ 10 മോതിരം, കാലിന്റെ വിരലെ 10 മോതിരം. ഞാൻ ഇന്നാളൊരു കല്യാണം നടത്തി മോതിരം വാഴ്ത്തിക്കൊണ്ടിരുന്ന പെണ്ണിന്റെ കൈയെ മോതിരം ഇടാൻ സ്ഥലം ഞാൻ ഊരി എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇട്ടോണ്ട് വന്നിരിക്കുക 10 എണ്ണം. ഈ തള്ളയ്ക്ക് പോലും ബോധമില്ലേ? കല്യാണത്തിന് എന്നാൽ മോതിരം വാഴ്ത്തി ഇടാനെങ്കിലും ഒരു വിരല് ബാക്കി ഇട്ടേക്കണ്ടേ? കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ഇനി സ്ത്രീകളുടെ പ്രത്യേകത ആമോസ് പറയുന്നുണ്ട്. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ വേഷം മാത്രമല്ല, ആമോസ് 4-ന്റെ എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുകയും ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുന്ന ശമര്യാപർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ. ഈ വചനം കേൾപ്പീൻ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ കുറിച്ചാണ്. കാശ് വന്നു പറഞ്ഞപ്പോ ഉണ്ടായ കാശാണ്. ഹണി പ്ലീസ് ബ്രിങ് മീ എ ഡ്രിങ്ക്. ഓക്കെ, വൈകുന്നേരം വരുമ്പോ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവിൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുന്ന സ്ത്രീകൾ വെള്ളവടി തുടങ്ങിയെന്ന് 2800 വർഷം മുമ്പ് ആര് പറഞ്ഞതാ? ആമോസ് പറഞ്ഞതാണ്. നടന്നില്ലേ? കോട്ടയത്ത് സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുരം നടത്തുന്ന ടാഡ എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ട്. എന്താണെന്നറിയാമോ നിങ്ങൾക്കത്? സ്ത്രീ മദ്യപാനികളെ ചികിത്സിക്കുന്ന സ്ഥലമാണ്. കോട്ടയം പട്ടണത്തിൽ സ്ത്രീകളായ മദ്യപാനികളെ ചികിത്സിക്കുന്ന പ്രസ്ഥാനമാണ് ടാഡ. ഗതികേട് പറ്റിയില്ലേ ഈ സഭയ്ക്ക്? കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ഇത്രയും പറഞ്ഞപ്പോ ന്യൂജനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ചങ്ങുവാ അല്ലേ? ഇരമ്യാവ് 2:31. ഞാൻ പറയുന്നല്ല, വേദോസ്വതിന്ന് വായിക്കുന്നതാണ്. ഇരമ്യാവ് 2:31 ന്യൂജൻ. അതിനെക്കുറിച്ചൊരു വാചകം വായിക്കാം.
ഇപ്പോഴത്തെ തലമുറയായുള്ള, അതായത് ന്യൂജൻ, ഇപ്പോഴത്തെ തലമുറയായുള്ളവേ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. ഞാൻ ഇസ്രായേലിന് ഒരു മരുഭൂമിയായിരുന്നുവോ, അന്ധകാര പ്രദേശമായിരുന്നുവോ? ഞങ്ങൾ കെട്ടഴിഞ്ഞു നടക്കുന്നു, ഇനി നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല എന്ന് എന്റെ ജനം പറയുന്നത് എന്ത്? ന്യൂജൻ പറയുകയാണ്, ഞങ്ങൾ കെട്ടഴിഞ്ഞു നടക്കുന്നു, ഇനി നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല. പട്ടക്കാരും തിരുമേനിമാരും എല്ലാം വിലപിക്കുകയാണ് ഇപ്പോൾ. യുവതലമുറ സഭയിൽ ഇല്ലത്രേ. എവിടെ പോയി? ചത്തുപോയോ? ഇല്ല. ഇരമ്യാവ് പറഞ്ഞത് സംഭവിച്ചു. ഞങ്ങൾ കെട്ടഴിഞ്ഞു നടക്കുന്നു, ഇനി നിന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല എന്ന് പറയുന്ന ഇപ്പോഴത്തെ തലമുറയായുള്ളവേ, കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. നമ്മൾ ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും ഓർക്കുന്നത് നല്ലതാണ്. സമയം പോന്ന് ഞാൻ വേഗം വിട്ടോട്ടെ. ഇങ്ങനെ അങ്ങ് പോയാൽ എന്തോ പറ്റും? ചിലൂടെ പറയണമെന്നുണ്ടായിരുന്നു, സമയമില്ല. ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ എന്തോ പറ്റും? ഇനി അടുത്ത വർഷമേ രാത്രിയോഗത്തിന് വരത്തുള്ളല്ലോ. എന്നെ വിളിക്കുമെന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞേച്ച് പോയേക്കാം ബാക്കി. യെശയ്യാവ് 5:4 വായിച്ചേ. നമ്മൾ വായിച്ച വേദഭാഗം യെശയ്യാവ് 5:4. ദൈവം കരയുകയാണ്. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ. കൊട്ടാരക്കരക്കാരെ ശ്രദ്ധയോടെ കേൾക്കണം ഈ ദൈവവചനം. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചത്. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ. അതിൽ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എങ്ങനെയാണ്? ഓരോരുത്തരും അവരവരോട് ചോദിക്കണം. നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ദൈവം നിന്നെക്കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരുന്നപ്പോ നീ എന്തുകൊണ്ട് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു? 5-ാം വാക്യം വായിച്ചേ. ആകയാൽ വരുവിൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. നമുക്ക് ചുറ്റും വേലി കെട്ടിയ ദൈവം നമ്പുരാൻ സാഹി കെട്ട് വിളിച്ചു പറയാണ്, ഞാൻ ആ കെട്ടിയ വേലി പൊളിച്ചു കളയും, ഞാൻ അതിന്റെ മതിലിടിച്ചു നിരത്തും, നീ ചവിട്ടി മെതിക്കപ്പെട്ടു പോകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം കരുണയുള്ളവനാണ്. നമുക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടം അതാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇറങ്ങുന്ന പാട്ടുകളൊക്കെ എന്നെ നിന്നോമനയാക്കി മാറിലണയ്ക്കണം. ഓ, എന്തൊരു കാച്ചാണ്! മാറിലണയ്ക്കുന്ന ദൈവമാണ്, ഒരു സംശയമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹീസ് എ റോറിംഗ് ലയൺ. ഗർജിക്കുന്ന സിംഹം കൂടെയാണ് ദൈവം. അവൻ നിന്നെ കൈകളിൽ എടുക്കുന്നവനാണ്, ഓമനിക്കുന്നവനാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവനാണ്, നിന്നെ സാന്ത്വനപ്പെടുത്തുന്നവനാണ്. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് എ റോറിംഗ് ലയൺ. അവൻ ഗർജിക്കുന്ന സിംഹമാണ്. അവൻ നിന്റെ വേലി പൊളിച്ചു കളയും. വേലി പൊളിച്ചില്ലേ? യോബ് ദൈവത്തോട് തർക്കിക്കുമ്പോ ദൈവം യോബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോ നീ എവിടെയായിരുന്നു? സമുദ്രത്തോട് ഇങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ വേലി കെട്ടിയപ്പോൾ നീ എവിടെയായിരുന്നു? ഇൻസിഗ്നിഫിക്കന്റ് ക്രീച്ചർ, വേർ വേർ യു വെൻ ഐ ലേഡ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ദിസ് എർത്ത്? യു ഇൻസിഗ്നിഫിക്കന്റ് ക്രീച്ചർ, വേർ വേർ യു? യോബിന് ഉത്തരം മുട്ടിപ്പോയി. ഈ ഭൂമിക്ക് ഞാൻ അടിസ്ഥാനമിട്ടപ്പോ നീ എവിടെയായിരുന്നു? സമുദ്രത്തോട് ഇങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞപ്പോ നീ എവിടെയായിരുന്നു? സമുദ്രത്തിന് വേലി കെട്ടിയവൻ ദൈവമാണ് എന്ന് യോബിന്റെ പുസ്തകം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം വേലി പൊളിച്ചില്ലേ? അങ്ങനെയാണ് നമ്മുടെ തലമുറ ആദ്യമായി സുനാമി എന്ന വാക്ക് കേട്ടത്. മറക്കരുത്. ഇങ്ങോട്ട് കടക്കരുത് എന്ന് സമുദ്രത്തോട് പറഞ്ഞവൻ വേലി പൊളിച്ചു മാറ്റിയപ്പോ അടിച്ചു കയറി വന്നു സുനാമിയിലൂടെ. 99 വെള്ളപ്പൊക്കം എന്നും പറഞ്ഞ് അഭിമാനത്തോടെ നടന്ന നമ്മളോട് 99 എവിടെയോ പോയി മറഞ്ഞു. 2018 അതിഭീകരമായ വെള്ളം, 2ാം നില എന്ന് പറയുന്ന നമ്മുടെ അഹങ്കാര സൗധങ്ങളുടെ പുറത്ത് വെള്ളം കയറിയത് മറക്കരുത്. ഈ രാത്രി കൊട്ടാരക്കരക്കാരെ, ദൈവം വേലി പൊളിച്ചു തുടങ്ങി, ചവിട്ടി മെതിച്ചു കളയും. കോടീശ്വരനാണെന്ന് അഹങ്കരിച്ചവൻ ഒരു ബണ്ണിനു വേണ്ടി നിലവിളിച്ചത് മറക്കരുത്. ദൈവം വേലി പൊളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഡിസ്റ്റിൽ വാട്ടർ അല്ലാതെ ഞാൻ കുടിക്കില്ല എന്ന് വീമ്പിളക്കിയവൻ എന്ത് വെള്ളം കിട്ടിയാലും വേണ്ട, കുടിക്കാമെന്ന് പറഞ്ഞ നാളുകൾ ഉണ്ടായി കേരളത്തിൽ. മറക്കരുത്. പണ്ടല്ല, ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവം വേലി പൊളിച്ചു തുടങ്ങി, ചവിട്ടി മെതിച്ചു പോകും. മറക്കരുത്. ഇനിയെങ്കിലും അഹങ്കരിക്കരുത്. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അമേരിക്കയിലൊക്കെ അടിച്ച കൊടുങ്കാറ്റിന്റെ എല്ലാം പേര് സ്ത്രീകളുടെ പേരായിരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തിനാ അങ്ങനെ കൊടുത്തെന്ന് പോലും എനിക്കൊരു പിടിയില്ല.
അടുത്ത കാലത്ത് അവിടെ ഉണ്ടായ എല്ലാ കൊടുങ്കാറ്റിന്റെ പേര് കത്രീന എന്നും ഒക്കെ ആയിരുന്നു. അങ്ങോട്ട് കയറുന്നില്ല, കയറിയ പ്രശ്നമാണ്. മാഫിയ വിളയാട്ടങ്ങൾ, ഗുണ്ടാ വിളയാട്ടങ്ങൾ, എങ്ങും പോണ്ട, വീട്ടിൽ കയറി തല്ലിക്കൊന്നിച്ച് പോവുകയാണ്. നമ്മളെല്ലാം വലിയ ഭയങ്കര സെക്യൂരിറ്റിയുള്ള ആളുകളാണ് അല്ലേ? റിമോട്ട് കൺട്രോളുള്ള ഗേറ്റൊക്കെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ കേരളത്തിലായതുകൊണ്ട് സൂക്ഷിക്കണം, കാരണം കറണ്ട് ഉണ്ടായിട്ട് വേണ്ടേ ഓപ്പറേറ്റ് ചെയ്യാൻ. അതിനകത്തിരുന്ന് കണ്ണ് കളിക്കത്തേ ഉള്ളൂ. ഞങ്ങളുടെ അടുത്തൊരു പാർട്ടി റിമോട്ട് കൺട്രോൾ വെച്ച് ഗേറ്റ് ഉണ്ടായിരുന്നൊരു പാർട്ടി ഞങ്ങളെല്ലാം കൂടെ പോയി മതിലിന്റെ പുറത്തൂടെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. കാരണം കറണ്ടില്ല, 4 ദിവസത്തേക്ക് കറണ്ടില്ല പോയി. ഇത് തുറക്കത്തുമില്ല, അടയത്തുമില്ല. ദൈവം തമ്പുരാന്റെ അടുത്ത് അഭ്യാസം എടുക്കരുത്. അവൻ വേലി പൊളിച്ചാൽ, ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്തൊരു സ്ഥലത്ത് ഒരപ്പച്ചൻ ഒരു കാറ് വിൽക്കാനുണ്ടെന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തു. ഒരു മാരുതി കാറാണ്. അപ്പച്ചനിട്ട് ചവിട്ടിപ്പറിച്ചൊരു പരിവാക്കിയതാണ്. ആരും അതിന് പൈസ ഒന്നും കൊടുക്കത്തില്ല. എന്നാലും അപ്പച്ചൻ പത്രത്തിൽ പരസ്യം കൊടുത്തു. പുതിയ കാറ് വാങ്ങിക്കാൻ നേരം പഴയത് കൊടുക്കാൻ തീരുമാനിച്ചു. 2 പിള്ളേർ വന്നു. അപ്പച്ചനോട് ചോദിച്ചു എത്ര രൂപ വേണമെന്ന്. അപ്പച്ചൻ അറിയാം 50,000 രൂപ ആരും തരത്തില്ല. എന്നാലും അപ്പച്ചൻ പറഞ്ഞു 75,000 രൂപ വേണമെന്ന് പറഞ്ഞു. പിള്ളേർ അന്നേരം പറഞ്ഞു തന്നേക്കാമെന്ന് പറഞ്ഞു 75,000 രൂപ. അപ്പച്ചൻ വലിയ ഗമയെ നിൽക്കുകയാണ്. ഒരിക്കൽ പോലും കിട്ടത്തില്ലെന്ന് വിചാരിച്ച് 75,000 രൂപ കിട്ടുമല്ലോ. ആ പിള്ളേർ 2 പേരും കൂടെ പറഞ്ഞു ഒന്ന് ഓടിച്ചു നോക്കട്ടെ. പിന്നെന്താ ഓടിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. അന്ന് ഓടിച്ചു പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നിന്റെ അഭ്യാസം ഒന്നും ദൈവത്തിൻ്റെ അടുത്ത് ഇറക്കരുത്. നിന്റെ സെക്യൂരിറ്റി ഒന്നും ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ല. കള്ളന്മാരൊക്കെ നമ്മളെക്കാൾ വലിയ സെക്യൂരിറ്റി പഠിച്ചവന്മാരാണ്. അവൻ നിന്റെ വേലി പൊളിച്ചു തുടങ്ങിയിരിക്കുകയാണ്, മതിൽ ഇടിച്ച് നിരത്തിയിരിക്കുകയാണ്. മറക്കരുത്. അങ്ങോട്ട് വായിച്ചാൽ ഭയങ്കരമാണ്. 6-ാമത്തെ വാക്യം വായിക്കണം. അഗ്രികൾച്ചർ ഫെയിലിയർ ഉണ്ടാവും. ഞാനതിനെ ശൂന്യമാക്കും. അടി വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. അഗ്രികൾച്ചർ ഫെയിലിയർ ഉണ്ടാവും. ഓർക്കുന്നില്ലേ? നമ്മളൊക്കെ കാർഷിക മേഖലയിൽ ജീവിച്ചവരാണ്. നമ്മുടെ മുറ്റത്തും പറമ്പിലും പാടത്തും ഉണ്ടായത് കഴിച്ചു വളർന്ന ആളുകളാണ്. നമ്മുടെ മുറ്റത്ത് നിന്ന് എന്തെങ്കിലും കിളിർക്കുമോ? പാടത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ? ദൈവം തമ്പുരാൻ വേലി പൊളിച്ചു തുടങ്ങിയതാണ്. മറക്കരുത്. ഒന്നും ഉണ്ടാവില്ല, നട്ടാൽ ഉണ്ടാവില്ല. 10-ാം വാക്യം പറയുന്നു, 10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്നും 1 ബത്തും 1 ഹോമർ വിത്തിൽ നിന്നും 1 ഏഫയും മാത്രം കിട്ടും. എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കുറയുമെന്ന്. കുറഞ്ഞില്ലേ? കുറഞ്ഞു. ദൈവം തമ്പുരാൻ ശിക്ഷിച്ചു തുടങ്ങിയതാണ്. ആമോസ് 4 ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നുണ്ട്. സൗകര്യം പോലെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. മീഖ പറയുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഉണ്ടാകും. നീ ഭക്ഷിക്കും, തൃപ്തി വരികയില്ല, വിശപ്പ് അടങ്ങത്തുമില്ല. 1 പൈസയും കയ്യിലില്ലായിരുന്ന കാലത്ത് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് നടന്ന ഞാനാണ്. ഇപ്പൊ ശമ്പളമൊക്കെ വർദ്ധിപ്പിച്ച് സാമാന്യം ഭേദപ്പെട്ട ശമ്പളം സഭയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഒന്നും തിന്നാനൊക്കത്തില്ല, നോക്കിയിരിക്കുകയാണ്. ഉണക്ക ചപ്പാത്തിയുടെ മുമ്പിൽ കുത്തിയിരിക്കുകയാണ്. ഇത് സുന്ദരമായി പൊറോട്ടയിൽ നിന്ന് ബീഫ് അടിച്ച് നടന്ന പാർട്ടിയാണ്. ഇപ്പം ചപ്പാത്തി ഇല്ല, എണ്ണ പോലും തേക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉപ്പേരി പോലെ പൊടോ എന്ന് പൊടിച്ച് തിന്നുകയാണ്. അപ്പുറത്ത് പിള്ളേർ ചിക്കൻ കാലും അടിക്കും, വെള്ളം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷിക്കും, തൃപ്തി വരികയില്ല. അഹങ്കരിച്ചതുകൊണ്ട് പറ്റിപ്പോയതാണ്. എന്തൊരു കുഴപ്പമാണ് നമ്മുടെ ജീവിതത്തിൽ. നീക്കിവെക്കും, ഒന്നും സ്വരൂപിക്കില്ല. വിതയ്ക്കും, കൊയ്യുകയില്ല. ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഉണ്ടാവും. 5-ാമത്തെ 15-ാം വാക്യം വായിച്ചേ. യെശയ്യാവ് 5-ന്റെ നമ്മുടെ ടെക്സ്റ്റിലേക്ക് മടങ്ങി പോകാം. 15-ാമത്തെ വാക്യം. അങ്ങനെ മനുഷ്യൻ കുനിയുകയും പുരുഷൻ വണങ്ങുകയും ചെയ്യും. നിഗളികളുടെ കണ്ണ് താഴും. ദൈവം തമ്പുരാന്റെ മുമ്പിൽ നിഗളിക്കരുത്. നിഗളികളുടെ കണ്ണ് താഴ്ത്തുന്ന ഒരു ദൈവമുണ്ട്. നിഗളികളെ താളടിയാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അതേ അധ്യായത്തിൽ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ മനുഷ്യൻ കുനിയുകയും പുരുഷൻ വണങ്ങുകയും ചെയ്യും. നിഗളിച്ചു നിന്നവനെല്ലാം കുനിയും. കുനിഞ്ഞല്ലോ അല്ലേ? നീണ്ടു നിന്നവനെല്ലാം കുനിഞ്ഞു. ഞാൻ ഉൾപ്പെടെ, എൻ്റെ ഭാര്യ ഉൾപ്പെടെ ഞെളിഞ്ഞു നിന്നവനെല്ലാം കുനിഞ്ഞു. ചിക്കൻ കുനിയാൻ വന്നാണ്, ഇപ്പൊ പൊങ്ങത്തില്ല. അതിനു മുമ്പ് നമ്മളെല്ലാവരും വലിയ സ്മാർട്ടായിട്ട് ഓടി നടന്നവരാണ്. പക്ഷെ ദൈവം തമ്പുരാൻ ഓരോന്നയച്ചു. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ ദൈവത്തെ മറന്ന് അന്യദേവന്മാരുടെ പുറകെ പോയാൽ, ബാലിന്റെ പ്രവാചകന്മാരുടെ പിറകെ പോയാൽ മിസ്രയീമ്യർക്ക് വരുത്തിയ സകല ബാധകളും ഞാൻ നിനക്ക് വരുത്തും. ദൈവം വരുത്തിയില്ലേ? വരുത്തി. അങ്ങനെയാണ് മിസ്രയീമിൽ നിന്നൊരു കൊതുക് വന്നത്, ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന സാധനം. ആ സാധനം വന്ന് കേരളത്തിൽ പരക്കെ കുത്തി. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലക്കാരെയും കോട്ടയം കുത്തക്കാരെയും ഓടിച്ചിട്ട് കുത്തി. എന്നാ പറ്റി? എഴുന്നേക്കാൻ വയ്യാതെ വന്നു. 30 വർഷം മുമ്പ് ഞാൻ സേവിയാ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സേവിയാ സംഘത്തിലെ ഏറ്റവും രസകരമായ വിനോദമായിരുന്നു കസേര കളി. 10 കസേര എടുത്തിട്ടും 11 സ്ത്രീകളെ വട്ടത്തിൽ ഓടിക്കും. അവസാനം ഏറ്റവും മിടുക്കിയായ ആള്, കസേര അടിച്ചു മാറ്റാൻ കഴിവുള്ള ആള് ജയിക്കുകയും ചെയ്യുമായിരുന്നു. 30 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ സേവിയാ സംഘത്തിൽ അങ്ങനെ ഒരു കളിയേ ഇല്ല. കാരണം കസേരയുടെ വട്ടത്തിൽ ആർക്കും ഓടാൻ വയ്യ.
പകരം ഞാനിപ്പോൾ ചെയ്യുന്നത് 25 സ്ത്രീകളെ താഴെ ഇരുത്തും, എന്നിട്ട് വിസിലടിക്കും. ആദ്യം ആരെഴുന്നേക്കോ അവർക്ക് 1ാം സമ്മാനം കൊടുക്കും. എല്ലാം കുനിഞ്ഞുപോയി, എല്ലാം വളഞ്ഞുപോയി, ഒന്നിനും എഴുന്നേക്കാൻ വയ്യ. ഇനി എഴുന്നേറ്റാ തന്നെ നല്ല ഓർഗനിൽ നിന്നിരുന്ന മ്യൂസിക് പോലെ അയ്യോ അയ്യോ എന്നൊരു ശബ്ദവും കേൾക്കാം. ദൈവം തമ്പുരാൻ വേലി പൊളിച്ചതാണ്. അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ ദുഃഖത്തോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കഷ്ടമല്ലേ? എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? എനി റെമഡി? എന്തെങ്കിലും പ്രതിവിധി? പ്രിയപ്പെട്ടവരെ, 2 മിനിറ്റ് കൊണ്ട് ഇതിന് പ്രതിവിധിയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ നാം ആയിരിക്കുന്ന ഈ ഗതികേടിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ സ്വർഗത്തിലെ ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. 3-4 വാക്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാണ്. 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകൻ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു. 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നമ്മളെ എങ്ങനെയാ കഴുകി വെടിപ്പാക്കുന്നത്? ആറ്റി പോയി ചാടിയിട്ട് കാര്യമില്ല, കുളത്തിൽ പോയി ചാടിയിട്ട് കാര്യമില്ല. നിന്നെ കഴുകി വെടിപ്പാക്കാൻ ഏറ്റവും മനോഹരമായി ഈ ഭൂമിയിൽ അവൈലബിളായ ഒന്നേ ഉള്ളൂ, അത് കുഞ്ഞാടിന്റെ രക്തമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിന്റെ രക്തത്താൽ നീ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടാൽ നിനക്കൊരു പ്രതിവിധിയുണ്ട്. ഇനിയും ഒരു ജീവിതം ബാക്കിയുണ്ട്. നിന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിലെ ഒരു വ്യാജ പ്രവാചകനും ഒരു ബാലിന്റെ പ്രവാചകനും ഒരച്ഛനും ഒരു തിരുമേനിക്കും ആർക്കും സാധ്യമല്ല. നിന്നെ കഴുകി വെടിപ്പാക്കാൻ സ്വർഗത്തിലെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞായറാഴ്ച അഭിമാനത്തോടെ പാടുന്നത്, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെടണം. ഈ പന്തലിരിക്കുന്നവരെ ഓർക്കുക, നീ രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞു തരികയാണ്. 1, നീ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകപ്പെടണം. യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുവിൻ. ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സോപ്പ് കൊണ്ട് നിന്നെ കഴുകിയാൽ നീ വെടിപ്പാകില്ല. നിന്റെ കയ്യിലുള്ള ഏറ്റവും വിലയേറിയ പെർഫ്യൂം കൊണ്ട് അടിച്ചാൽ നീ ശുദ്ധനാവുകയില്ല, ശുദ്ധയാവുകയില്ല. ഒറ്റ വഴിയേ ഉള്ളൂ നിന്നെ കഴുകി വെടിപ്പാക്കാൻ. അത് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടാൽ മാത്രമേ കഴിയൂ. വേറെ ഒരു വഴിയുമില്ല. ഒരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ എന്താ ഉള്ള? ആകാശത്തിന്റെ കീഴിൽ ഒറ്റയാളേ ഉള്ളൂ, അത് കർത്താവാണ്. ആ കർത്താവിന്റെ രക്തത്തിൽ കഴുകപ്പെടണം. യെശയ്യാവ് പറയുകയാണ് 45-ാം അധ്യായം 22-ാം വാക്യത്തിൽ, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ലല്ലോ. യെശയ്യാവ് 45:22. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ലല്ലോ. യിരെമ്യാവ് 4:4 പറയുന്നു, നിന്റെ ഹൃദയം പരിച്ഛേദന ചെയ്യണം. സർക്കംസൈസ് യുവർ ഹാർട്ട്. ക്ലെൻസ് യുവർ ബോഡി, സർക്കംസൈസ് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയം പരിച്ഛേദന ചെയ്യണം. നിന്റെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്തതുള്ളത് കട്ട് ചെയ്ത് മാറ്റണം. നിന്റെ ഹൃദയത്തിൽ കേടായത് മ്ലേച്ഛമായത് മുറിച്ചു മാറ്റണം. സർക്കംസൈസ് യുവർ ഹാർട്ട്. ചില ആളുകൾക്ക് ആവശ്യം ഇതാണ്. ചില ആളുകൾ നിന്നെ പൂർണ്ണമായി കഴുകണം. ചില ആളുകൾ നിന്റെ ഹൃദയത്തെ സർക്കംസൈസ് ചെയ്യണം, പരിച്ഛേദന ചെയ്യണം. എഹെസ്കേൽ 14:6 അവിടെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. എഹെസ്കേൽ പറയുന്നു, ചിലരുടെ ഹൃദയം മുറിച്ചാൻ പറ്റത്തില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, മാറ്റിവെക്കണം. പല സ്റ്റേജസിലുള്ള ആളുകളാണ് ഇന്ന് ഈ പന്തലിന് കീഴിലിരിക്കുന്നത്. നിന്ന് പറയുന്ന ഞാൻ മുതൽ ഇരുന്ന് കേൾക്കുന്ന നിങ്ങൾ വരെ പല സ്റ്റേജിലുള്ളവരാണ്. ഒരു കൂട്ടം ആളുകളോട് ദൈവം ഈ രാത്രി വിളിച്ചു പറയുന്നു, നിന്നെ കഴുകി ശുദ്ധിയാക്കണം, കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി ശുദ്ധിയാക്കണം. ഒരു കൂട്ടം ആളുകളോട് ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയം പരിച്ഛേദന ചെയ്യണം, മ്ലേച്ഛമായത് മുറിച്ചു കളയണം. ഒരു കൂട്ടം ആളുകളോട് ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, കംപ്ലീറ്റ് ആയി മാറ്റിവെക്കണം, പുതിയ ഹൃദയം പ്രാപിക്കണം. അവസാന പുസ്തകം വെളിപ്പാട് 2-ാം അധ്യായം 5-ാം വാക്യം. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് ഞാൻ അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ വാക്യം മറക്കരുത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത്
മാനസാന്തരപ്പെടണം. അവരവർക്കറിയാമല്ലോ എവിടുന്നാ വീണത് എന്ന്. ഓർത്ത് നീ മാനസാന്തരപ്പെടണം. നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ശോഭ തരുന്ന, പ്രത്യാശ തരുന്ന നിലവിളക്ക് ദൈവം നമ്പുരാൻ മാറ്റാതിരിക്കട്ടെ. അതിനൊറ്റ വഴിയേ ഉള്ളൂ, ടേൺ ബാക്ക്, ദൈവത്തെങ്കിലേക്ക് മടങ്ങുക. ബാക്ക് ടു ദ ബേസിക്സ്. മാതാപിതാക്കൾ പഠിപ്പിച്ച ദൈവബോധത്തിലേക്ക് മടങ്ങുക. മാതാപിതാക്കൾ കാണിച്ചു തന്ന വിനയത്തിലേക്ക് മടങ്ങുക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.